പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കൂടുതൽ ഉച്ചത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് സ്തുതി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനം ഇന്നലെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് സന്ദേശം കൊടുക്കണം എന്നതിനെപ്പറ്റി കർത്താവിനോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് ഈ ഒരു വചനം ഒരു ദൈവസ്വര സന്ദേശമായി തരികയാണ്. ഇന്നത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇത് ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ, ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തന്നെ അവർക്കും ഇത് ആരൊക്കെ കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ദൈവസ്വര സന്ദേശമാണിത്. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അവർ എന്താണ് വചനം? അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. മനസ്സിലായോ? എന്നെ ഭയങ്കര അനുഭവമായിരുന്നു ഈ സ്വരം ചെവിയിൽ കേട്ടപ്പോൾ. ഈ ഒരു സന്ദേശം കർത്താവ് തന്നപ്പോൾ എനിക്ക് തന്നെ എത്രയോ ഈ വചനം പല പ്രാവശ്യം നമ്മൾ വായിച്ചൊക്കെ പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിലും ഈ വചനം അതൊരു ദൈവത്തിൻ്റെ സന്ദേശമായി നമ്മുടെ ചെവിയിൽ വന്നപ്പോൾ ഭയങ്കര ഒരു അഭിഷേകം ഫീൽ ചെയ്യുകയാണ്. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം. അപ്പോൾ ആരാണ് യേശുവിൻ്റെ മറിയെന്ന് വെച്ചാൽ ആരാണ്? യേശുവിൻ്റെ അമ്മയാണ് കേട്ടോ. യേശുവിൻ്റെ അമ്മയാണ് മറിയം. ആരാണ് മറിയം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യേശുവിൻ്റെ അമ്മയാണ് മറിയം. മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ആര് പ്രാർത്ഥിച്ചു? യേശുവിൻ്റെ ശിഷ്യന്മാരും പിന്നെ അദ്ദേഹം വേറെ പലരും ഉണ്ട്, സ്ത്രീകൾ, മറ്റ് സ്ത്രീകൾ, അവൻ്റെ സഹോദരന്മാർ. ഇവർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. മനസ്സിലായോ? അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈ അത്ഭുത ജപമാല ശുശ്രൂഷ ഈ വചനത്തിൻ്റെ അഭിഷേകമാണ് ആ ശുശ്രൂഷയ്ക്കുള്ളത്. യേശുവിൻ്റെ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന അനുഭവമാണ്. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണശേഷം വളരെ പരിഭ്രാന്തരും നിസ്സഹായരുമായി അവരിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. 40 ദിവസം യേശു മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് 40 ദിവസം ഈ ഭൂമിയിൽ ഈ ശിഷ്യന്മാരെ സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നാണ് പറയുക. 40-ാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. 40-ാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തു. ആ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞ് അവരെ അങ്ങനെ ടാറ്റ പറഞ്ഞു പോകുന്നൊരു രംഗം നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 6 മുതൽ കാണാൻ സാധിക്കും. യേശുവിൻ്റെ സ്വർഗാരോഹണം. അങ്ങനെ യേശു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരതേ അപ്പോഴാണ് അവർക്ക് ഒരു എന്തോ പോലെ തോന്നുകയാണ്. മനസ്സിലായോ? ആരുമില്ല, അവരുടെ നാഥൻ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ അവരുടെ രക്ഷകൻ, അവരുടെ നേതാവ് പോയി, ഇനി തിരിച്ചു വരില്ല. അത് ആ ഒരു സങ്കടത്തോടെ ഇവർ പോവുകയാണ്. അവർ ഒലിവ് മലയിൽ നിന്നും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മനസ്സിലായോ? അങ്ങനെ മടങ്ങിപ്പോയി അവർ പ്രാർത്ഥിച്ചു. ആരുടെ കൂടെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിച്ച്? അവർ പരിശുദ്ധ അമ്മയുടെ കൂടെ, യേശുവിൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ യേശുവിൻ്റെ മരണശേഷം പരിശുദ്ധ അമ്മ ആരുടെ കൂടെയായിരുന്നു? യേശുവിൻ്റെ മരണശേഷം പരിശുദ്ധ അമ്മയുടെ സ്ഥാനം ശിഷ്യന്മാരുടെ കൂടെയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളുണ്ടായിരുന്നു, മനസ്സിലെയോ? ശിഷ്യന്മാർ സ്ഥാനാരുടെ കൂടിയാണ്, പരിശുദ്ധ അമ്മയുടെ കൂടിയാണ്. ഉണ്ടോ? പരിശുദ്ധ അമ്മയെ അവർ സ്വന്തം അമ്മയായി സ്വീകരിക്കുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26 മുതൽ 25 മുതൽ ഇങ്ങനെയാണ്. പടയാളികൾ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശു മരിക്കണ സമയത്ത് യേശു കുരിശിൽ കിടക്കുന്നു. അടിയിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു? യേശുവിൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയം, പിന്നെ ഏതാ മഗ്ദലേന മറിയം, പിന്നെ ഏതാ ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയം. ഉണ്ടോ? 3 മറിയങ്ങളാണ് കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ടായത്. മനസ്സിലായോ? 3 മറിയം. യേശു കുരിശിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കാണുക. യേശു കുരിശിൽ കിടക്കുന്നു, 3 മറിയം, 3 പേരും മറിയുന്നതാണ്. ഒരെണ്ണം യേശുവിൻ്റെ അമ്മയായി മറിയം, മറ്റൊന്ന് മഗ്ദലേന മറിയം, മറ്റൊന്ന് ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയം. ഈ 3 മറിയങ്ങൾ കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ യേശു കണ്ടു, യേശു സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുകയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ ആരാന്നാ പറയണേ? യോഹന്നാൻ ശ്ലീഹ അവിടെ നിൽക്കുന്നതായിരുന്നു. യോഹന്നാൻ എന്ന പേരുള്ള ശിഷ്യൻ. അപ്പോൾ യേശു പറയുകയാണ്, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് ആദ്യം അമ്മയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇങ്ങനെ പറയുകയാണ്. വലിയ തുടങ്ങി ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ 3 മറിയങ്ങളുണ്ട്. ഏത് മറിയത്തോടാണ് ഇത് പറഞ്ഞത്? യേശു ക്ലയപ്പാസിൻ്റെ മറിയത്തോടാണോ പറഞ്ഞത്? അല്ല. മഗ്ദലേന മറിയത്തോടാണോ പറഞ്ഞത്? അല്ല. തൻ്റെ സ്വന്തം അമ്മയായ മറിയത്തോടാണ് ഈ കാര്യം പറയുക. കേട്ടോ? മനസ്സിലായോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മറിയങ്ങൾ അടിയിൽ നിൽക്കുമ്പോൾ യേശു പറയുന്നത് മുഴുവൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടെ ഈ പറയുന്നത്. യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് യേശു പറയുകയാണ്, ദേ നിൽക്കുന്നു നിൻ്റെ മകൻ എന്ന് പറയുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനുശേഷം യേശു അനന്തരം അവൻ ആ ശിഷ്യനോട്, യോഹന്നാനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തൻ്റെ അമ്മയെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇതാ നിൻ്റെ അമ്മ. വീണ്ടും ശ്രദ്ധിക്കുക, 3 മറിയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മറിയത്തിൽ ഏത് മറിയത്തെയാണ് അമ്മയായി സ്വീകരിക്കാനായിട്ട് ശിഷ്യനോട് പറഞ്ഞത്? യേശുവിൻ്റെ അമ്മയായ മറിയത്തോടാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം യേശുവിനറിയാം ഈ 3 മറിയത്തിൽ എൻ്റെ അമ്മയായ മറിയമാണ് ശരിക്കും ഇവരെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും യേശുവിനെ സംരക്ഷിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ മരണശേഷം ഇവരെ യേശു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേർത്താനും ഈ അമ്മയ്ക്ക് മാത്രമേ, ഈ മറിയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ഈശോ മറ്റു മറിയങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുത്തേനെ. അവരൊക്കെ വയസ്സായവരും പ്രായവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ മറ്റു മറിയങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കാം. പക്ഷേ ആ മറിയത്തോടൊന്നല്ല പറയുക, അവരോടൊന്നും സംസാരിക്കുന്നില്ല. യേശു ശിഷ്യനോട് പറയുക, ശിഷ്യനോട് നോക്കിയിട്ട് പറഞ്ഞോ, ഈ എൻ്റെ അമ്മയുണ്ടല്ലോ, അതാണ് ഇനി മുതൽ നിൻ്റെ അമ്മ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് ആരോടാ പറഞ്ഞതെന്ന് നോക്കിയാൽ, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, യേശുവിനെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. മനസ്സിലായോ? അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ യേശുവിനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, അത് അക്രൈസ്തവരായാലും, ഇപ്പോൾ ബ്രദർ ഇപ്പോൾ അക്രൈസ്തവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിളിച്ചു പറഞ്ഞല്ലോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എത്ര പേര് ഇവിടെ ആൾക്കാർ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മുടെ അത്ഭുതങ്ങളുടെ ജമാൽ അക്രൈസ്തവർ കണ്ടിട്ട് എന്തുമാത്രം അനുഗ്രഹങ്ങൾ. ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ചില അക്രൈസ്തവര മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, അവരൊക്കെ ഈ അത്ഭുതമാല കണ്ട് എന്തുമാത്രം അനുഗ്രഹം. അപ്പോൾ യേശുവിനെ ആരൊക്കെ സ്നേഹിച്ചാലും, അത് ക്രൈസ്തവരൊന്നൊന്നുമില്ല, യേശുവിനെ ആരൊക്കെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ, അല്ലെങ്കിൽ അവരോടൊക്കെ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. ഏത് കാര്യം പറയുന്നത്? എൻ്റെ അമ്മയെ നിൻ്റെ അമ്മയായി നീ സ്വീകരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ യേശു സമ്മാനമായി നൽകുന്നത് യേശുവിൻ്റെ സ്വന്തം അമ്മേനെയാണ്. യേശുവിനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരോടൊക്കെ യേശു പറയുന്ന ഒരു നിർദ്ദേശം, ഒരു കൽപ്പനയാണ്, നീ എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. അതായത് യേശുവിൻ്റെ അമ്മയോട് എന്തുമാത്രം സ്നേഹവും കടപ്പാടും ഒരു ബന്ധവും ഹൃദയബന്ധവും ആത്മബന്ധമൊക്കെ ഉണ്ടായിരുന്നോ,
അത് തന്നെ വേണം നമുക്ക്. അതായത് യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശുവിൻ്റെ അമ്മയായിട്ടുള്ള ബന്ധം അങ്ങനെയായിരിക്കണം. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? യേശുവിന് എന്തുമാത്രം സ്നേഹവും അടുപ്പവും താല്പര്യവും പരിശുദ്ധ അമ്മയോട്, സ്വന്തം അമ്മയോടുണ്ടായിരുന്നോ, അത് തന്നെയായിരിക്കണം നമുക്ക് ഈ അമ്മയോട്, യേശുവിൻ്റെ അമ്മയോട് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് പറയുക, ശിഷ്യനോട് പറയുക, ഇതാ നിൻ്റെ അമ്മ, ഇനി മുതൽ ഇതാണ് നിൻ്റെ അമ്മ. അപ്പോൾ അടുത്ത വചനം കണ്ടില്ലേ, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിക്കുകയാണ്. കണ്ടോ? അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അത് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവർത്തനം 1:14 കാണുക. ശിഷ്യന്മാരെല്ലാവരും, യോഹന്നാൻ മാത്രമല്ല, യേശുവിനെ സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരും, യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരും ഈ അമ്മയെ, അതേ യേശുവിൻ്റെ അമ്മയെ, പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് പിന്നെ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ? ഇത് ഭയങ്കര ഒരു വചനമാണല്ലേ. പരിശുദ്ധ അമ്മയുടെ കൂടെ, മറിയത്തിൻ്റെ കൂടെ അവരെല്ലാവരും, ഈ 11 ശിഷ്യന്മാരും, ഒരാൾ മരിച്ചുപോയി, മറ്റ് 11 ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു ബോധമില്ലാതെയാണ് പ്രാർത്ഥിക്കുക. അവരെല്ലാവരും ഏക മനസ്സോടെ അമ്മയോടൊപ്പം ഇങ്ങനെ ശക്തമായ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥന കണ്ടോ? അമ്മയോടൊപ്പമുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അങ്ങനെ 10 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കണ്ടോ, അങ്ങനെ അവർ തുടർച്ചയായി 10 ദിവസം പ്രാർത്ഥിച്ചപ്പോഴാണ് 2-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഈ വലിയ ശക്തി, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കണ്ടോ? പരിശുദ്ധാത്മാവ്, ഏൽ റുഹ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. 10 ദിവസമായിട്ട് തുടർച്ചയായിട്ട്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ. ഒരു ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ 2 ദിവസം പ്രാർത്ഥിച്ചില്ല, പിന്നെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ 4 ദിവസം പ്രാർത്ഥിച്ചില്ല, പിന്നെ 5-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ ഇത്തിരി സമയം പ്രാർത്ഥിച്ചു, പിന്നെ പരിശുദ്ധ അമ്മയുടെ ഒപ്പമല്ല പ്രാർത്ഥിച്ചത്, മാറി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ല, ഇത് തുടർച്ചയായി ഒറ്റയിരിപ്പാണ്, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം. അമ്മയാണ് ഒരിക്കൽ നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. ഈ ചതറിപ്പോയ ശിഷ്യന്മാരെയും ഭയപ്പെട്ടും പേടിച്ചും വെറുപ്പും വിദ്വേഷമുള്ള എല്ലാ ശിഷ്യന്മാരെയൊക്കെ കൂട്ടിയിരുത്തി പെന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതായത് പെന്തക്കുസ്ത, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് പശ്ചാത്തലം ഒരുക്കിയത് ആരാണ്? അത് പരിശുദ്ധ അമ്മയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ പരിശുദ്ധ അമ്മ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി പോയി. എന്നിട്ട് ഒരു റൂം എടുത്ത്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു റൂം എടുത്ത് അവിടെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. അവർ 11 പേരിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേനെ കൂട്ടിയില്ല എന്ന് കരുത്. അവർ മാത്രമാണ് 11 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മേനെ കൂട്ടിയില്ല അവർ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് കരുത്. അവർക്ക് ഈ 10 ദിവസം കൊണ്ട് കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകത്തിന് അവർ ചിലപ്പോൾ ഒരു 2, 3, 4 എത്ര വർഷം എടുക്കുന്നത് തന്നെ തമ്പുരാൻ തന്നെ അറിയാം. മനസ്സിലായോ? ഒരുപാട് വർഷങ്ങൾ ചിലപ്പോൾ എടുത്തേനെ. എന്ത്? ഈ ഒരു പരിശുദ്ധാത്മാഭിഷേകം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ആത്മീയ ഗുരുക്കന്മാരും ഇതിനെപ്പറ്റി ബോധ്യമുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഭയങ്കര സന്തോഷം ഉണ്ടോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ഇതൊരു മെസ്സേജാണ് കേട്ടോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തരുന്ന സന്ദേശം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇങ്ങനെ 10 ദിവസമൊക്കെ, അല്ലെങ്കിൽ ഒരു 30 ദിവസം, 33 ദിവസം, 90 ദിവസമൊക്കെ നിയമം വെച്ച് നിങ്ങൾ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഭയങ്കര സന്തോഷം. വീട്ടിലിപ്പോൾ നേരത്തെ ആ ബ്രദർ വിളിച്ചു വന്നത് കറക്റ്റ് മെസ്സേജാണ്. എന്താണെന്നറിയോ? ഈ ശുശ്രൂഷ കാണുന്നവരിലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പലരിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കുടുംബ പ്രശ്നം, ബുദ്ധിമുട്ടെന്നുള്ള വാക്ക് ഈശോ ഉപയോഗിക്കുക. ബുദ്ധിമുട്ട്. ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? കയ്യൊന്നും പൊക്കണ്ട കേട്ടോ. ആർക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്തൊക്കെയോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ കുറേ പേര് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ളവരുടെയൊക്കെ ഈശോ പറയുന്നൊരു കാര്യമാണ്, ഈ ബുദ്ധിമുട്ടുള്ളവരെന്താ ചെയ്യേണ്ടത്? ബുദ്ധിമുട്ടുള്ളവർ ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട് അച്ഛൻ പറയുന്നത്? പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കാനായിലെ കല്യാണ വിരുന്ന് കാണുകയാണ്. കാനായിലെ ആ വീട്ടുകാർ അവർ ചെയ്തതെന്താണ്?
അവർ ശ്രദ്ധിക്കുക കേട്ടോ. കാനായിലെ വീട്ടുകാർ അവർ വീട്ടിൽ കല്യാണം വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ അവർ വിളിക്കുകയാണ്. പരിശുദ്ധ അമ്മയായിട്ട് അവർക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരിയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരിയായിരിക്കാം, അവർക്ക് പരിചയം ഉണ്ടായിരിക്കാം, കുടുംബസമ്മേളന യൂണിറ്റിലെ ആളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇടവകയായിരിക്കാം, എന്തോ കണ്ടുപരിചയം ഉണ്ടായിരിക്കാം. എന്തോ ഇവർക്ക് ഈ അമ്മയായിട്ട്, ഇവർക്ക് യേശുവിൻ്റെ അമ്മയായിട്ട് ഈ വീട്ടുകാർക്ക് ഒരു അടുപ്പുണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ അവർ ആ കല്യാണം വന്നപ്പോൾ അവർ ഈ അമ്മേനെ വിളിക്കുക. അമ്മേനെ മാത്രമല്ല വിളിച്ചേ, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അപ്പോൾ ആ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുണ്ട്. അപ്പോൾ ആ വീട്ടിലുണ്ടായ വലിയൊരു പ്രശ്നം, അത് നിസ്സാര പ്രശ്നമല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സൽക്കാരത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന ഒരു ഐറ്റമാണ് വീഞ്ഞ്. ആ വീഞ്ഞ് തീർന്നു പോവുക. ഇതിനെപ്പറ്റി യഹൂദരുടെ പാരമ്പര്യ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാം. അതുപോലെ നാണക്കേട് മാനക്കേടാണെന്നാണ് പറയുന്നത്. ഈ മാനക്കേടിൽ നാണക്കേടിൽ ആ കുടുംബനാഥനോ കുടുംബനാഥയോ ആ വീട്ടിലെ എന്താ പറയുക പെൺകുട്ടി ആൺകുട്ടി ആരാ കല്യാണം കഴിക്കാൻ പോകുന്നത് വെച്ചാൽ അവരും ആ വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലാണ് അങ്ങനെ ഒരു സംഭവം വരുന്നെങ്കിലോ കരച്ചിലായി ബഹളായി സങ്കടമായി വിഷമായി വലിയൊരു പ്രതിസന്ധി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ കുടുംബം. ആ സമയത്താണ് പരിശുദ്ധ അമ്മ അതിൽ ഇടപെടുകയാണ്. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു മഹാ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മേനെ അവർ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലായിരുന്നു കരുത്. മനസ്സിലായോ? യേശുവിനെ മാത്രം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒന്ന് കരുതി നോക്കി നിങ്ങൾ. യേശുവിനാണെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ല ആ സമയത്ത്. ഉണ്ടോ? പരിശുദ്ധ അമ്മേനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നു കരുത്. മനസ്സിലായോ? ഒരു പക്ഷേ ഇങ്ങനൊരു അത്ഭുതം നടക്കില്ലായിരുന്നു. കാരണം പരിശുദ്ധ അമ്മ പല പ്രാവശ്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു അത്ഭുതം. ഈശോ പറഞ്ഞു എൻ്റെ സമയം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പരിശുദ്ധ അമ്മ നിർബന്ധിക്കുക, നീ അത് ചെയ്തു കൊടുത്തേ. ഇങ്ങനൊരു അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും. അമ്മ ഒരു കാര്യം പറഞ്ഞത് നിഷേധിക്കുക ആൾക്ക് സാധ്യമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു ഫോഴ്സാണ് ചെയ്യത്, നീ ചെയ്യണത്. ഒരു അനുസരണത്തെ പ്രതി ചെയ്യണ പോലെയാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. ഈശോയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അത്ഭുതം പ്രവർത്തിക്കാനായിട്ട്. അപ്പം ഈ അമ്മ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബം അത്ര വലിയ മാനക്കേട് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ചില പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലാണ് ഇങ്ങനൊരു അത്ഭുതം ആ വീട്ടിൽ സംഭവിക്കാനായിട്ട് കാരണം. അതാണ് പറയുക യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കണ്ടോ, 2-ാം അധ്യായത്തിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല. കണ്ടോ? മനസ്സിലായോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ അവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വീഞ്ഞില്ല, നിൻ്റെ പുത്രനോടൊന്നും പറയോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തു തരോ ഞങ്ങളെ രക്ഷിക്കാനായിട്ട്. അങ്ങനെയൊന്നും ഈ വീട്ടുകാർ ആവശ്യപ്പെടുന്നില്ല. ഈ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ ആ വീടിൻ്റെ പ്രശ്നം കണ്ടറിഞ്ഞ് പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് അല്ല അത് ചെയ്തു തന്നത്. ആ വീട്ടുകാർ ഒന്നും തന്നെ പരിശുദ്ധ അമ്മയോട് പറയുന്നില്ല. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അത് കണ്ടറിഞ്ഞ് എന്ത് ചെയ്തു? യേശുവിനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയാണ്. കണ്ടോ? അപ്പോൾ ആ വീട്ടിൽ പരിശുദ്ധ അമ്മ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അമ്മയുടെ സാന്നിധ്യം അത് കണ്ടറിഞ്ഞ് ഇപ്പോൾ നമ്മുടെ എലിസബത്തിന് ഇത് പ്രഗ്നൻ്റായി, ഗർഭിണിയായി, ദൈവം 3-ാം മാസമോ 6-ാം മാസമൊക്കെ ആയപ്പോൾ അവളെ ശുശ്രൂഷിക്കണം എന്ന് അവൾ ഫോൺ വിളിച്ച് പറയുകയാണ്. എലിസബത്ത് മറിയത്തെ ഫോൺ വിളിച്ച് പറയുക, നീ ഒന്ന് സഹായിക്കാമെന്ന് വരാമോ, കുറച്ച് മാസത്തേക്ക് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ശരി ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ് പോവുകയല്ല ചെയ്തത്. ഈ ഇളയമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകാമെന്ന് കണ്ടപ്പോൾ കണ്ടറിഞ്ഞ് അവിടെ വന്ന് 3 മാസം സഹായിച്ച് തിരിച്ചു പോവുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്, കണ്ടറിഞ്ഞ് മധ്യസ്ഥം വയ്ക്കുകയാണ്, കണ്ടറിഞ്ഞ് സഹായിക്കുകയാണ്, കണ്ടറിഞ്ഞ് ഇടപെടുകയാണ്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതയാണത്. മനസ്സിലായി? പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യേശുവിന് അത്ഭുതം ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയത്ത് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇടപെട്ട് ഈ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതായത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ എണ്ണം കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ അച്ഛൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അച്ഛനൊക്കെ ദൈവസ്വര സന്ദേശമായി കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ അച്ഛൻ പലതൊക്കെ മറന്നുപോയി. ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടപ്പോൾ ചിലതൊക്കെ ഓർമ്മ വരികയാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നതാണ്. അച്ഛൻ ഒരുങ്ങി വന്നിട്ടല്ല, പറയുമ്പോൾ എനിക്ക് ദൈവത്തെ ഓർമ്മ വരികയാണ്. ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു താമസമുള്ള ധ്യാനം ഇവിടെ നടക്കുകയാണ്.
താമസമുള്ള ധ്യാനം നടക്കുന്ന സമയത്താണ് ഈശോ ആ ഗ്രൂപ്പിന് സന്ദേശം തന്നത്. ആ ഗ്രൂപ്പിൽ ഭൂരിഭാഗം പേരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറില്ല. ഭൂരിഭാഗം പേരും ഈശോ മെസ്സേജ് തരിക. അതിൻ്റെ ഈശോ തന്ന ഒരു സന്ദേശമായിരുന്നു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്. കുറേ അപ്പോൾ ഞാൻ അന്ന് ആ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞവരോട്, അതായത് ഇവിടെ കുറേ മക്കൾ കുറേ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. എന്തുമാത്രം പ്രാർത്ഥന ചെല്ലണേ, അത് എത്ര കാലമായി, 1, 2, 3, 4, 5, 6 വർഷമായി സ്ഥല വിൽപ്പന നടക്കാൻ, കല്യാണം നടക്കാൻ, ജോലി കിട്ടാൻ, പല കുടുംബ പ്രശ്നം മാറാൻ, പലതും നടക്കാനായിട്ട് എത്രയോ കാലങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ നിൻ്റെ ഈ പ്രാർത്ഥിച്ചിട്ടും നിൻ്റെ കാര്യം നടക്കാത്തത്? നീ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ നീ പ്രാർത്ഥിക്കാത്തൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് കൂട്ടുപിടിച്ചൊരു പ്രാർത്ഥനയില്ല. പരിശുദ്ധ അമ്മയോടൊരു പ്രാർത്ഥനയില്ല, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുള്ളൊരു പ്രാർത്ഥനയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നീ അവഗണിച്ചതാണ് നിൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതങ്ങൾ നടക്കാൻ ഇത്രമാത്രം താമസം നേരിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ലോകത്തുള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ധ്യാനകേന്ദ്രമായിട്ട് കർത്താവിനെ ഉയർത്തിയിരിക്കുക. അതുപോലെ അത്ഭുത പെരുമഴ, മനസ്സിലായോ? അതെല്ലാ വിധത്തിലും, അത് രോഗശാന്തി മാത്രമല്ല, കുടുംബസമാധാന, സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, പാറ്റശല്യമായി, എലിശല്യമായി, പാമ്പശല്യമായി, ശല്യങ്ങൾ മാറി, എന്തെല്ലാം അത്ഭുത പെരുമഴ, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം മാനസിക രോഗങ്ങൾ മാറുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി മാറുന്നു, അല്ലെങ്കിൽ അത് ഡിപ്രഷൻ മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു കൊണ്ട് എന്തുമാത്രം ഇവിടുത്തെ ശുശ്രൂഷ സ്ഥിരം കാണുന്നവരാരെങ്കിലും ഈ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് അറിയാം അച്ചി പറഞ്ഞതൊക്കെ എത്രയോ കറക്റ്റാണെന്ന്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അപ്പോൾ എന്നാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കും. കഴിഞ്ഞ വർഷം നായിക്കമ്പറമ്പിലച്ഛനെ ഇവിടെ നമ്മുടെ കൺവെൻഷന് വേണ്ടി 5 ദിവസത്തെ കൺവെൻഷനിൽ ഒരു ദിവസം ക്ഷണിച്ചപ്പോൾ അച്ഛൻ ഫോണിലൂടെ ഞാൻ ക്ഷണിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്ക് എന്നെ എപ്പോഴും മനസ്സിൽ വരികയാണ്. അച്ഛൻ പറയാണ്, അച്ഛനെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, റാഫേലച്ച, ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉവ്വച്ച, ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു അത്ഭുതം പോലെ അച്ഛൻ ഇങ്ങനെ എന്താ പറയുക വിട്ടുകളയരുത്, എല്ലാം അച്ഛൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിക്കണം. കാരണം ഈ സാക്ഷ്യങ്ങൾ ആൾക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അച്ഛൻ പറയുകയാണ്. സാക്ഷ്യങ്ങളാണ് ആൾക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ എന്താ പറയുക, ഇന്നലെ ഈ ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ മൊബൈലിൽ മെസ്സേജായിട്ട് വന്നതാണ്, വോയിസ് മെസ്സേജായിട്ട്. അത് ഞാൻ ഓർക്കുകയാണ് ആ സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം ഇങ്ങനെയാണ്, ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ് എവിടെയോ കേരളത്തിന് പുറത്താണ് എവിടെ നിന്നാണ് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുക. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഈ പല്ലിശല്യം, പ്രാവുശല്യം. അദ്ദേഹം അത്രമാത്രം പല്ലി, അത്രമാത്രം പ്രാവ്, എന്ത് ചെയ്താൽ പോകുന്നില്ല. വർഷങ്ങളായി, 2-3 വർഷമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ആരോ ബന്ധു ഇങ്ങനെ എന്താ പറയുക പ്രാർത്ഥിച്ചിട്ട് മാറിയൊരു അനുഗ്രഹം കിട്ടുക എന്തോന്നുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, എന്നാൽ ശരി ഈ ശുശ്രൂഷ ഒന്ന് കണ്ടു നോക്കാമെന്ന് എഴുതി ഇദ്ദേഹം നമ്മുടെ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ കാണുകയാണ്. അങ്ങനെ അത്ഭുത ജപമാല പല ദിവസങ്ങൾ കണ്ടു. അതിനുശേഷം എന്താ നമ്മുടെ ആ അത്ഭുത ജപമാല അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ബന്ധന പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ആ ബന്ധന പ്രാർത്ഥന മാത്രം കട്ട് ചെയ്ത് അദ്ദേഹം വീടിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കേൾപ്പിക്കുകയാണ്. കാരണം അത് പറ്റിയൊരു സാക്ഷി അദ്ദേഹം വേറെ കേട്ടു, അച്ഛൻ വേണമെങ്കിൽ കുറച്ച് കേൾപ്പിച്ച് തരാം. അപ്പോൾ അങ്ങനെയുള്ള സാക്ഷി അദ്ദേഹം കേട്ടപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പല ഭാഗത്ത് ഈ ബന്ധന പ്രാർത്ഥന കൊണ്ടുവന്ന് കേൾപ്പിക്കുക. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3-4 ദിവസം ചെയ്തു. പിന്നെ പല്ലി ശല്യം മാറി, മറ്റേ പ്രാവിൻ്റെ ശല്യം മാറി കിട്ടി. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ചില ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ എൽറുഹ അത്ഭുതങ്ങളുടെ ജപമാല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ബന്ധന പ്രാർത്ഥന ചൊല്ലി ഇതേണ്ടല്ലേ ചില സാക്ഷ്യങ്ങൾ അച്ഛൻ വായിച്ച് കേൾപ്പിച്ച് തരാം. കണ്ടോ? മൂന്നാമതായി ജിനി മുക്കാട്ടുകര, ജിനിയുടെ സാക്ഷിയാണ്, ജിനി മുക്കാട്ടുകര. മൂന്നാമത്തെ സാക്ഷി പറയുന്നുള്ളൂ, ഞാൻ അത് മാത്രം വായിക്കുന്നുള്ളൂ. ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ പല്ലിശല്യം ഉണ്ടായിരുന്നു. പല്ലിശല്യം സാധാരണ ചുമരിലാണ് പല്ലിയെ കാണാറുള്ളതെങ്കിൽ എൻ്റെ വീട്ടിലെ പല്ലികൾ നിലത്താണ് ഉണ്ടാവാറുള്ളത്. വീടിനുള്ളിൽ നടക്കുമ്പോൾ പല്ലിയെ ചവിട്ടാതെ നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കണ്ടോ? സാധാരണ പല്ലിയേക്കാളും വലിപ്പത്തിലുള്ള പല്ലികളായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അത്രയേറെ പല്ലിശല്യം ഉണ്ടായിരുന്നു. പല മരുന്നുകൾ പ്രയോഗിച്ചിട്ടും പല്ലിശല്യം മാറുന്നുണ്ടായിരുന്നില്ല. 1 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ പല്ലിശല്യം മാറിയ കാര്യം ആൻറ്റി എന്നോട് പറഞ്ഞു. കണ്ടോ?
ആൻറ്റി അത്ഭുതമാല കണ്ടപ്പോൾ ആൻറ്റിയുടെ വീട്ടിലെ പല്ലിശല്യം മാറി. മനസ്സിലായോ? അത് 1 വർഷം കഴിഞ്ഞു അതങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ട്. ആ കാര്യം ആൻറ്റി ഈ ജിനിയോട് പറയുക. അപ്പോൾ റാഫേലച്ചൻ്റെ ബന്ധന പ്രാർത്ഥന വീഡിയോ കട്ട് ചെയ്ത് വീടിൻ്റെ പല സ്ഥലങ്ങളിൽ ഫോണിൽ ഓണാക്കി വെച്ചത് വഴി എൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ പല്ലിശല്യം പരിപൂർണമായി വിട്ടുമാറിയിരുന്നു. കണ്ടോ, ഈ സാക്ഷിയാണ് ആ സഹോദരനും കേട്ടത് കേട്ടോ, ജിനിയും അതന്നെയും കേട്ടത്. അപ്പോൾ ജിനിയോട് ആൻറ്റി പറയാണ്, ഞങ്ങളുടെ വീട്ടിലെ പല്ലിശല്യം മാറിയിട്ടോ, ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്, ഈ അത്ഭുതജപമാലയിലെ ബന്ധന പ്രാർത്ഥന അച്ഛൻ ചൊല്ലുന്നത് കട്ട് ചെയ്ത് വീടിൻ്റെ പല സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് കേൾപ്പിക്കും, ഇങ്ങനെ സ്വരം ഉണ്ടോ, ആ സ്വരം കേൾപ്പിച്ച് എങ്ങനെ ഉണ്ടായി, ആ പല്ലിശല്യം മാറിക്കിട്ടി. ഇത് കേട്ടപ്പോൾ ഞാനും ഒരു പരീക്ഷണാർത്ഥം റാഫേലച്ചൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് ഫോണിൽ വീഡിയോ ഓണാക്കി വീടിൻ്റെ പല സ്ഥലത്തും വയ്ക്കുമായിരുന്നു. ആ ബന്ധന പ്രാർത്ഥന മാത്രം പല സ്ഥലത്തും വയ്ക്കും കേട്ടോ, ഈ ബന്ധന പ്രാർത്ഥന മാത്രം. കൂടാതെ ഞാനും ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നിലം തുടയ്ക്കാൻ എടുത്ത ബക്കറ്റിലെ വെള്ളത്തിൽ വെഞ്ചിരിച്ച കല്ലുപ്പിട്ടതിന് ശേഷം ഞാൻ നിലം തുടച്ചു കണ്ടോ. അതോടൊപ്പം തന്നെ ആ സഹോദരി ചെയ്തത്, ഒരു ദിവസം ഈ നിലം തുടയ്ക്കാൻ വേണ്ടി വെള്ളം എടുത്തപ്പോഴേ അതിന് തോന്നി കുറച്ച് കല്ലുപ്പും കൂടി അതിലിടാന്ന് കരുതി, വെഞ്ചിരിച്ച കല്ലുപ്പേ അതും കൂടി ആ വെള്ളത്തിലിട്ട് അതിൽ മുക്കിയിട്ട് ആ ഫ്ലോർ മൊത്തം തുടച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു പല്ലി പോലും തറയിലുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, 1.5 വർഷമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ പല്ലിശല്യം ഇല്ല. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എത്ര വർഷം എൻ്റെ ഇവിടെ സാക്ഷ്യം പറയണേ? 1.5 വർഷമായിട്ട് പല്ലിശല്യം ഇല്ല. 1.5 വർഷം എന്നിട്ടാണ് സാക്ഷ്യം പറയാൻ വരുന്നത് കേട്ടോ, അല്ലാണ്ട് ഒരു ദിവസം ഒരാഴ്ച 2 ആഴ്ചയല്ല, 1.5 വർഷമായിട്ട് പല്ലിശല്യം ഇല്ല. ഉണ്ടോ? മനസ്സിലായോ? ഇത് ആദ്യത്തെ അത്ഭുതമല്ല. അച്ഛൻ്റെ ഇന്ന് ഈ ശുശ്രൂഷയെ പറ്റി ഇന്ന് ഇവിടെ നിങ്ങളോട് എന്ത് പറയണമെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് ഈ സന്ദേശം തന്നപ്പോൾ അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാണ് അത്ഭുതങ്ങളുടെ ജപമാലയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുത ജപമാല 2021 ജൂൺ മാസം 15-ാം തീയതിയാണ് ഈ മഹാശുശ്രൂഷ ആരംഭിക്കുക. 2021 ജൂൺ 15. അങ്ങനെ ജൂൺ 15 മുതൽ ജൂലൈ 15 വരെ തുടർച്ചയായി 30 ദിവസം ഈ അത്ഭുത ജപമാലയായിരുന്നു. ആദ്യം എല്ലാ ദിവസവും തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും അത്ഭുത ജപമാല ഉണ്ടായിരിക്കും. അത് കൊറോണ കാലമാണെന്ന് അറിയാലോ. അങ്ങനെ വളരെ കുറച്ച് പേര്, അത് ആദ്യം നാളുകളിലൊക്കെ വളരെ കുറച്ച് പേര്, ഒരു 300, 400, 500, 600, 700, 800 അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൂടാൻ തുടങ്ങി ആൾക്കാർ ഇത് അറിഞ്ഞു വരണ്ടേ. അങ്ങനെ അപ്പോൾ സാക്ഷ്യങ്ങൾ ആദ്യത്തെ ഒരു സാക്ഷ്യം വന്നു, 2 സാക്ഷ്യം വന്നു, ഇങ്ങനെ ഉണ്ടോ. പിന്നെ അതിൽ ആദ്യ സാക്ഷ്യങ്ങൾ വന്നൊരു സാക്ഷ്യം വേണമെങ്കിൽ അച്ഛൻ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. ആദ്യ സാക്ഷ്യങ്ങളിൽപ്പെട്ടൊരു സാക്ഷ്യം എൻ്റെ മനസ്സിന്, വലിയ സാക്ഷ്യങ്ങളുണ്ട്, അതിലൊരു സാക്ഷ്യം എൻ്റെ മനസ്സിനെ സ്പർശിച്ചത് ഈ ദിവസങ്ങളിൽ ഞാൻ നോക്കിയെടുത്തതാണ്. ഒരു മകളുടെ മുഖക്കുരു ഈശോ സുഖപ്പെടുത്തുന്നു. റിനി UAE, ഇത് ആദ്യ നാളുകളിൽ വന്ന സാക്ഷിയാണ്. ആദ്യത്തെ എനിക്കാണ് ഒരു 10 അത്ഭുത ജപമാലയിൽ ഉണ്ടായിരുന്നൊരു സാക്ഷിയായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാകുന്നത്. ഞാൻ UAEയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. എൻ്റെ മുഖത്ത് 3 മാസമായി മുഖക്കുരു ഉണ്ടായിരുന്നു. 3 മാസമായിട്ട് അലർജി പോലെ ആരംഭിച്ച് പിന്നീട് മുഖത്ത് ചുവന്ന വലിയ കുരുക്കൾ നിറഞ്ഞ് നിൽക്കുന്ന തരം അവസ്ഥയായിരുന്നു. മാസ്ക് മാറ്റുവാൻ പോലും മടി വരുന്ന തരം അവസ്ഥയിലായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണിച്ച് മരുന്ന് പുരട്ടിയെങ്കിലും കുറവുണ്ടായിരുന്നില്ല. എൻ്റെ മമ്മി മുഖേന ഞാൻ അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് അറിഞ്ഞു. ലൈവായി കാണാൻ സാധിക്കാത്തതിനാൽ ഓഫ് ടൈമിൽ ഇത് കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ജപമാലയുടെ ഇടയിലുള്ള ആരാധനയുടെ സമയത്ത് മൊബൈലിൽ വീഡിയോയിൽ അരുളിക്കയിൽ തൊട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ ശ്രദ്ധിക്കുക, ഈ മകളുടെ ആദ്യ കാലങ്ങളിലൊരു സാക്ഷിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഈ മകളുടെ മുഖക്കുരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മുഖക്കുരു ആണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചത് ആ നാളുകളിൽ 2021 വലിയ കുരുക്കളാണ്, അല്ലേ കുഞ്ഞു കുരുക്കൾ, സാധാരണ മുഖക്കുരു അല്ല. ഇതിങ്ങനെ വലിയ കുരുക്കളായി ചുവന്ന് തടുത്ത് അങ്ങനെ മുഖം മുഴുവനും. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു മകളാണ്. ഈ മകൾ ഇതുപോലെ വന്നപ്പോൾ ആകെ എന്താ പോലെയായി. അങ്ങനെ വലിയ മാസ്ക് വയ്ക്കും ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മാസ്ക് വയ്ക്കുമ്പോൾ കൂടുതൽ അസ്വസ്ഥതയായി. നഴ്സാണ്, പിന്നെ ജോലിക്ക് പോവാതിരിപ്പായി, പിന്നെ മരിച്ചാൽ മതി എന്നായി. അതുപോലെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് ഈ മകൾ പോവുകയാണ്. ഈ മകൾ നേരിട്ട് അച്ഛനെ സംസാരിച്ചതാണ്. ഡിപ്രഷൻ മൂഡിലേക്ക് പോലും പോയി എന്നാണ് പറയുക, ഈ ഒരൊറ്റ മുഖക്കുരു എന്ന് പറഞ്ഞ രോഗം മൂലം. കാരണം അത്രയും ഭംഗിയുള്ള മുഖം ഇതുപോലെ വികൃതമായി. അതുപോലെ മുഖക്കുരു 3-4 ഡോക്ടറെ മാറി കാണിച്ചിട്ടും മരുന്ന് വീട്ടിലൊന്നും ഒരു മാറ്റമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. എല്ലാവരും ചോദിക്കും, റീനി നിൻ്റെ മുഖത്ത് എന്താ പറ്റിയെന്ന്. അങ്ങനെ അത്രയും വികൃതമായി. അതുകൊണ്ട് ജോലിക്ക് പോലും പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് തളർന്ന സമയത്താണ് ഈ അമ്മ പറഞ്ഞ് അത്ഭുത ജപമാലയെ പറ്റി കാണുക. ഈ അത്ഭുത ജപമാല എങ്ങനെയാണ് കണ്ടതെന്നറിയോ? ഒന്നാമത് കണ്ടത് ഓഫ് ടൈം ആയിട്ടാണ്. ഇതൊക്കെ ആദ്യ നാളുകളാണെന്ന് ഓർക്കണം.
അപ്പം അന്നത്തെ ഒരു ചിന്താഗതി ഇതായിരുന്നു, ഇത് ലൈവായിട്ട് കാണുമ്പോൾ അത്ഭുതം സംഭവിക്കുന്ന ചിന്താഗതിയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ലൈവായിട്ട് കാണുമ്പോൾ ഇത് നമ്മൾ ലൈവായിട്ട് കാണുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. 7:30 മുതൽ ഒരു 8:30 അല്ലെങ്കിൽ ഒരു 9 മണി വരെ അല്ലെങ്കിൽ 9:30 വരെയാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. അപ്പോൾ ഇത് ലൈവായിട്ട് കാണാൻ അത്ഭുതം സംഭവിക്കുന്നതാണ് നമ്മുടെ ഒരു ചിന്താഗതിയായിരുന്നേ. പക്ഷേ ഈ മകൾ ലൈവായിട്ടൊന്നല്ല കണ്ടത്, ഇത് ഓഫ് ടൈമായിട്ട്, അതായത് ഓൾറെഡി കഴിഞ്ഞ സംഭവം ചൊവ്വാഴ്ച കഴിഞ്ഞത് ബുധനാഴ്ച ഇരുന്ന് കാണുകയാണ്. അതിന് സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മകൾ ചെയ്തൊരു ഇത് കാര്യം കണ്ടോ, ഇത് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ മോഹുരൊന്ന് മാറാൻ വേണ്ടി. ഈ മകൾ ഈ മൊബൈലിലെ ആ സ്ക്രീനിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കും, മനസ്സിലായോ? മുഖത്ത് ഇങ്ങനെ വെക്കും, കൈമുതുമ്പോൾ തൊടും, എന്നിട്ട് മുഖത്ത് വെക്കും. മൊബൈലിൻ്റെ സ്ക്രീനുമേ തൊടണേ. ദീപികാണി ഈശോയുടെ മുഖത്ത് ആ മൊബൈലിൽ ഇങ്ങനെ തൊട്ടിട്ട് വിശ്വാസം നോക്കുക കേട്ടോ, ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലായോ? അതാണ് പറഞ്ഞത്. ആ ആരാധനയിൽ തൊട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, റിനിയോട് നന്നായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുവെന്ന്. അത് ലൈവ് വീഡിയോ ആയിരുന്നില്ല, കണ്ടില്ലേ? എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന ശക്തമാക്കി. പിന്നീട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു മകളുടെ മുഖക്കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതെന്ന്. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ മുഖക്കുരു വളരെയധികം കുറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം എൻ്റെ മുഖക്കുരു പരിപൂർണമായിട്ട് മാറിക്കിട്ടി. പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ മകള് ഒരു ദിവസം ഈ അത്ഭുതജപമാല ഇങ്ങനെ റെക്കോർഡായിട്ടുള്ള അത്ഭുതജപമാല, ഇന്നലത്തെ അത്ഭുതജപമാല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആദ്യം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, റിനി എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഇവൾക്ക് നല്ല ബോധ്യമായി, ഇത് ഞാൻ തന്നെയാണോ? ആദ്യം ഇങ്ങനെ ചിന്തിച്ചു, ഇത് റെക്കോർഡാണല്ലോ ദൈവമേ, ഇത് എൻ്റെ തന്നെയാണോ? പിന്നെ ഇങ്ങനെ ചിന്തിച്ചു എന്ന് പറയുള്ളൂ. റിനി എന്ന് പറയുന്ന പേരിങ്ങനെ സാധാരണയുള്ള പേരല്ലല്ലോ, എപ്പോഴും റോസി എൽസി എന്നുള്ള പേര് പോലത്തെ പേരല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും അങ്ങോട്ട് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് അതേ അത്ഭുതജപമാലയിൽ തന്നെയാണ് അടുത്ത് വിളിച്ച് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛൻ ഇങ്ങനെ മെസ്സേജ്, നിങ്ങളത് ശുശ്രൂഷ കണ്ടവർക്കറിയാം, ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജാണ്, റിനി എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത് ഞാൻ തന്നെയാണെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കുറച്ച് മെസ്സേജുകൾ വീണ്ടും പറഞ്ഞതിന് ശേഷം അച്ഛൻ വീണ്ടും വിളിച്ച് പറയാണ്, ഒരു മകളുടെ മുഖക്കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതേ അത്ഭുതജപമാലയിൽ വിളിച്ച് പറയാണ്. പിന്നീട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു. പിന്നീട് കുറഞ്ഞ് കംപ്ലീറ്റ് അത് മാറിപ്പോയി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇവിടെ ഈ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴും പലരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോഴാണ് ഈ അത്ഭുതജപമാലയെ പറ്റി ഒരുപാട് പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ അത്ഭുതജപമാല എത്ര പേര് കണ്ടു എന്ന് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഈ ധ്യാനത്തിന് ശേഷം ഒന്ന് വീട്ടിൽ പോയി നോക്കുക. എത്ര പേരാണത് കണ്ടിട്ടുണ്ടായിരിക്കുക, എത്ര അത് കണ്ടിട്ടുണ്ടെന്ന് നോക്കിയേ, മനസ്സിലായോ? 3 ദിവസം കൊണ്ട് 40,000-ലധികം അതായത് 40 എന്ന് വെച്ചാൽ 40,000 അത് മൊബൈലാണ്. ഒരു മൊബൈലിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും, മനസ്സിലായോ? ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഒരു മൊബൈലിൽ 5-6 പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും? അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാർ, മനസ്സിലായോ? ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന ശുശ്രൂഷയാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല, വിശുദ്ധ അന്തോണീസ് നൊവേന, മനസ്സിലായോ? നമ്മളൊരു ഇവിടെ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരിയേറെ മാനസിക രോഗികൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ധ്യാനത്തിനാണെങ്കിലും മാനസിക രോഗികൾ, ഇപ്പോൾ അവിടെ അച്ഛൻ സ്റ്റോളിൻ്റെ അവിടെ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൻ്റെ അവിടെ വലിയ അക്ഷരത്തിൽ, മാനസിക രോഗികൾ ഒരിക്കലും താമസമുള്ള എൽറുഹ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ട്. എന്തുകൊണ്ടാണ് മാനസിക രോഗികൾ ഇതുപോലെ ഇങ്ങനെ വരണേ? ഇപ്പോൾ ഒരു ബ്രദർ തന്നെ പറയുക, ഒരു കൗൺസിലർ ചെയ്തൊരു ബ്രദർ പറയുക, ഒരു ധ്യാനത്തിൽ എന്താ പറയുക, ആ ബ്രദറുടെ അടുത്ത് മാത്രം കൗൺസിലിങ്ങിന് 6 മാനസിക രോഗികൾ വന്നെന്ന് പറയാം. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവർ, മാനസികത്തിന് മരുന്ന് കഴിക്കുന്നവർ. ഒരിക്കലും താമസമുള്ള എൽറുഹ ധ്യാനത്തിന് നിങ്ങൾ മാനസിക രോഗികളെ പറഞ്ഞു വിടരുത് കേട്ടോ. ഇത് കാണുന്നവർ ശ്രദ്ധിക്കുക, താമസമുള്ള എൽറുഹ ധ്യാനത്തിന് ഒരിക്കലും നിങ്ങൾ മാനസിക രോഗികളെ പറഞ്ഞു വിടരുത്, ഒരു കാരണവശാലും വിടരുത്. എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ മാനസിക രോഗികൾ ഇവിടെ വരാൻ കാരണം എന്താണ്? ഈ മാനസിക രോഗികൾക്ക് ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാനസിക രോഗ സൗഖ്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് ഇവിടെ എന്താ പറയുക, സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് പലരും അത് സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യുകയാണ്. അച്ഛൻ നോക്കട്ടെ, ഇതിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം എങ്ങനെയുള്ള സൗഖ്യങ്ങൾ. ബന്ധന പ്രാർത്ഥന ഇതിൽ കർത്താവ് ചെയ്ത ഈ കഴിഞ്ഞ നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യപത്രം, നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യപത്രമുണ്ട്. ലിസമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യം ഒന്ന് കേട്ടോ. ആ മകളിവിടെ അൽത്താരിൽ കയറി സാക്ഷ്യം പറഞ്ഞതാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുന്നത്. ജെറീന കൊളത്തുവയിൽ.
ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുന്നത്. 3 വർഷത്തോളമായി എൻ്റെ അമ്മ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയാണ്. ശ്രദ്ധിക്കുക കേട്ടോ, 3 വർഷമായി മാനസിക രോഗത്തിന്, ഡിപ്രഷന് അമ്മ മരുന്ന് കഴിക്കുകയാണ്. അമ്മ എപ്പോഴും കിടപ്പിലായിരുന്നു. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അസുഖം കുറയുന്നുണ്ടായിരുന്നില്ല. മുഖത്ത് ശക്തമായ നീര് വരികയും വയറ്റിലെ ഗ്യാസിൻ്റെ പ്രശ്നം വരികയും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്തു. വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അമ്മയുടെ ഈ രോഗം മാറുന്നതിന് വേണ്ടി 13 ആഴ്ച, ശ്രദ്ധിക്കുക, 13 ആഴ്ച അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ നിയോഗം വെച്ചു. 5 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെയധികം മാറ്റം വരാൻ തുടങ്ങി. 9ാമത്തെ ആഴ്ച റാഫിലച്ചൻ വിളിച്ചു പറഞ്ഞു, ലിസമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. എൻ്റെ അമ്മയുടെ പേര് ലിസമ്മ എന്നാണ്. അതിനുശേഷം എൻ്റെ അമ്മയുടെ എല്ലാ രോഗാവസ്ഥയും വിട്ടുമാറി, ആരോഗ്യം പരിപൂർണമായും തിരിച്ചു കിട്ടി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡിപ്രഷൻ മൂലമുള്ള ഒരു രോഗാവസ്ഥയും എൻ്റെ അമ്മയ്ക്കില്ല. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, കുറച്ച് നാൾ മുമ്പ് വന്നൊരു സാക്ഷ്യം, ഈ ഏൽറുഹ ശുശ്രൂഷ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഒരു സാക്ഷ്യം വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ മകള് തൻ്റെ മരുമോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ മകൻ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടിക്ക് മാനസിക രോഗമായിരുന്നു. ഒരു ലോഡ് മരുന്നായിട്ടാണ് കടന്നു വന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൾ മാനസിക രോഗിയാണ്. ഒരു പണിയും ചെയ്യില്ല, കട്ടിലുമ്മ കയറിയിരിക്കും, രാവിലെ തന്നെ ഒരു കാര്യത്തിനും വരില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ മകനോട് ഡിവോഴ്സ് ചെയ്യാൻ. പക്ഷെ മകൻ പറഞ്ഞു, കർത്താവ് തന്നതല്ല അമ്മേ, ഞാനത് പച്ചങ്ങ പച്ച വെച്ചൂതാ, ഞാനത് കൊണ്ടുവന്നുകൊണ്ട് എന്ന് ആ മകനത് ഏറ്റെടുക്കുകയാണ്. മനസ്സിലായ, മാനസിക രോഗിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഏറ്റെടുക്കുകയാണ് ഈ മകൻ. അങ്ങനെ ഈ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അത്ഭുതമാല കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേക നിയമം വെച്ച് അത്ഭുതമാല കണ്ട് നിയമം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാനസിക രോഗിയായ മരുമോൾക്ക് സൗഖ്യം തരണേ എന്ന് പറഞ്ഞ് ചങ്കൂട്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി, കുറച്ച് നാൾക്ക് ശേഷം മാറ്റം വരാൻ തുടങ്ങി. ഈ ഡോക്ടേഴ്സ് അതിനിടയിൽ ഈ പെൺകുട്ടി പ്രഗ്നൻ്റായി, കുഞ്ഞുണ്ടായി. പക്ഷെ കുഞ്ഞിനെയൊന്നും നോക്കുന്നില്ല. കുഞ്ഞിനെയൊക്കെ വേറെ എല്ലാവരൊക്കെ നോക്കണം. ആ കട്ടിലുമേ അതും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, വീട്ടിലത്തെ ഒരു കാര്യം ചെയ്യില്ല. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ഈ മകൾക്ക് വലിയ പ്രകടമായ മാറ്റം വരാൻ തുടങ്ങി. ആ ഗുളികൾ, മാനസിക രോഗത്തിൻ്റെ ഗുളികൾ പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടേഴ്സ് കുറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഗുളിക മാത്രമായി. അതിൻ്റെ ശേഷം പറഞ്ഞു, ഈ ഗുളിക ഇനി 6 മാസം കൂടി കഴിയുമ്പോൾ ആ ഗുളികയും നിർത്താം. ആ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവത്തിൽ ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ മകൾക്ക് മാറ്റം വരികയാണ്. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കും. ഈ സഹോദരിയെ പറയുകയാണ്, ഞാൻ വീട്ടിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കുള്ളൂ, വീട്ടിലത്തെ എല്ലാ കാര്യവും എൻ്റെ മരുമകളാണ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു, ഇന്ന് എൻ്റെ വീട് ഒരു സ്വർഗമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ സഹോദരി ആ സാക്ഷ്യം അവസാനിപ്പിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ആ സാക്ഷ്യം കേട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിലും ഒന്ന് കൈപൊക്കാമ. സാക്ഷ്യം കേട്ടാൽ കണ്ടോ, 2 പേര് 3-4 പേര് 5-6 പേര് ഇപ്പം തന്നെയുണ്ട്. കണ്ടോ, പറവൂർ മേഖല, വടക്കം പറവൂർ മേഖല കൺവെൻഷൻ ഏകദേശം ഒരു മാസം മുമ്പ് വടക്കം പറവൂർ മേഖല വലിയ കൺവെൻഷനായിരുന്നു. 3000-ലധികം ആൾക്കാർ വന്ന കൺവെൻഷനായി. ആ കൺവെൻഷനിൽ അച്ഛൻ ഇതിങ്ങനെ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ ഇത് പറയേണ്ടി വന്നു. ഈ അവസ്ഥ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു അവരോട്, നിങ്ങൾ ഈ സാക്ഷ്യം ഇതുപോലെ തന്നെ നിങ്ങൾ ആ സാക്ഷ്യം കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചോളൂ. ഇതുപോലെ തന്നെ 5-6 പേര് കൈപൊക്കി. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അന്ന് വടക്കം പറവൂര് അന്ന് എത്രയോ എനിക്ക് വേണ്ടി 2 വർഷം മുമ്പോ മറ്റു നടന്നൊരു സംഭവമാണ്. അത് അവർ കണ്ടു. ആ സൗഖ്യങ്ങൾ ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ, യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ യൂട്യൂബിൽ നമ്മൾ ഇട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇതൊക്കെ ഇവിടെ വന്ന സാധാരണ ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ ചിലർ കയറി പറയില്ല. പക്ഷേ ഇവരൊക്കെ ധൈര്യത്തോടെ കിട്ടിയ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയത് അതൊക്കെ അത്ഭുതങ്ങളുടെ ജപമാല കണ്ടിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ അത്ഭുത ജപമാല കണ്ടിട്ട് ഈ ഏൽറുഹയിൽ ഒരുപാട് മാനസിക രോഗികൾക്ക് ഇങ്ങനെ സൗഖ്യം കിട്ടുമ്പോൾ ഒരിക്കലും കിട്ടാത്ത, ഒരു സ്ഥലത്തും നടക്കാത്ത അത്ഭുതങ്ങൾ അതിവിടെ നടക്കുമ്പോൾ ആൾക്കാർ ഈ ഏൽറുഹയിലേക്ക് ഓടി വരികയാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസിക രോഗികൾക്കോട് പറയേണ്ടത്, നിങ്ങൾ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. അവരോട് പറയുക, അവരോട് അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ. ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഇങ്ങനെ മാനസിക രോഗമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നിയോഗം വയ്ക്കുക. 33 ദിവസം 90 ദിവസം ഇങ്ങനെയൊക്കെ നിയോഗം വെച്ച് അത്ഭുത ജപമാല കണ്ട് മാനസിക രോഗികൾ, ഡിപ്രഷൻ ബാധിച്ചവർ, മരുന്ന് കഴിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾ ഇവിടെ കൊണ്ടുവരരുത് കേട്ടോ. ഇനി വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഏകദിന കൺവെൻഷന് വരിക.
അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സ്വീകരിക്കുക, ഏകദിന ബൈബിൾ കൺവെൻഷന് വരിക. ഒരിക്കലും താമസമുള്ള ധ്യാനത്തിന് വിടരുത്. അങ്ങനെ പലരും കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ പറയുക, ഒരിക്കലും കൊണ്ടുവരരുത് അങ്ങനെ. കാരണം താമസമുള്ള ധ്യാനത്തിന് വന്നാൽ അത് ബുദ്ധിമുട്ട് വരിക. കുറേ സമയം സ്തുതിപ്പും ആരാധനയും അങ്ങനത്തെ ശുശ്രൂഷയായതുകൊണ്ട് അത് നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരിക. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെയും നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആരെയും, ആ രീതിയിൽ മാനസികത്തിന് മരുന്ന് കഴിക്കുന്നവരെ താമസമുള്ള ധ്യാനത്തിന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞു വിടരുത്. പക്ഷേ വൺ ഡേ കൺവെൻഷനോ ഏറ്റവും കൂടുതൽ നിങ്ങൾ വീട്ടിലിരുന്ന് അവരെ ചികിത്സിക്കുക. ഒപ്പം തന്നെ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മാറി കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇവരൊക്കെ പറഞ്ഞ പോലെ അത് മറച്ചു വയ്ക്കുക. അത് ഇത്രയും വലിയ രോഗശാന്തിയല്ലേ, അത് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുക്കുക. ഞാൻ ഓർക്കാണ്, ഒരു മകള്, ഇതൊക്കെ ആദ്യ നാളുകളിൽ സംഭവിച്ചാണ് കേട്ടോ. ഒരു മകള് പ്രസവം കഴിഞ്ഞപ്പോൾ, ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടല്ലേ, പ്രസവം കഴിയുമ്പോൾ ഹോർമോൺ വ്യതിയാനം മൂലം മറ്റോ ഡിപ്രഷൻ ബാധിച്ചു. അത് നല്ല കുടുംബത്തിലൊരു മകളാണ്. പ്രസവം കഴിഞ്ഞോടുകൂടി ഡിപ്രഷൻ ബാധിച്ചു. കുഞ്ഞിനെയൊന്നും നോക്കില്ല, എപ്പോഴും അവിടെ നിന്ന് കട്ടിലുമേൽ നിന്ന് കരയുക, ഒതുങ്ങിയിരിക്കുക, ഇരുട്ടത്ത് മാത്രമേ ഇരിക്കുകയുള്ളൂ. പെട്ടെന്നൊരു പ്രത്യേക രോഗാവസ്ഥ. അങ്ങനെ ഇരിക്കെ ഇവർ അത്ഭുതങ്ങളുടെ ജപമാല, ആ സമയത്താണ് നമ്മുടെ അത്ഭുത ജപമാല തുടങ്ങിയ സമയമാണ്. അവരിതുപോലെ ഇതിനെപ്പറ്റി അറിഞ്ഞ് അവർ കാണാൻ തുടങ്ങി. അത്ഭുത രോഗശാന്തിയാണ് ആ മകൾക്ക് കിട്ടിയത്. ഇതൊക്കെ ആദ്യ നാളുകളിൽ വന്ന അത് എനിക്ക് തോന്നുന്നു അതായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം. ഇങ്ങനെ ഒരു ഡിപ്രഷൻ മാറിയത്, ഈ പ്രസവം വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഡിപ്രഷൻ ഒരു മകൾക്ക് മാറി കിട്ടിയതാണ് ആദ്യത്തെ ഒരു സാക്ഷിയായിട്ട് വരിക. പിന്നീടാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങുക. അപ്പോൾ നോക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മഹാ അത്ഭുത പെരുമഴയാണ്. അത്ഭുത പെരുമഴ കണ്ടോ, മനസ്സിലായോ? ഈ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ഉണ്ടാവാനുള്ള കാരണക്കാരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ. ഏൽറുഹയിൽ ഇതുപോലെ അത്ഭുതം നടക്കാനുള്ള കാരണം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ അത്ഭുതങ്ങളെ ജപമാല ശുശ്രൂഷയിൽ അത്ഭുതം നടക്കാനുള്ള ഒരു കാരണക്കാരി, സെൻറ്റർ പോയിൻ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ, മനസ്സിലായോ? അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത്രയും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് അത്ഭുതങ്ങൾ ജപമാല ശുശ്രൂഷ. എന്തോമാത്രം അത് ഏതെല്ലാം മേഖലയിൽ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു. ഇപ്പോൾ അതെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം പല രീതിയിൽ കണ്ടോ. ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു, ഇത് റെക്കോർഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു, ഇത് നിയോഗം വെച്ച് 33 ദിവസം 13 ദിവസം 90 ദിവസം നിയോഗം വെച്ച് കാണുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അതായത് മുടങ്ങാതെ അത്ഭുത ജപമാല കാണുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. ഈ അത്ഭുത ജപമാലയിലെ ബന്ധന പ്രാർത്ഥന കട്ട് ചെയ്ത് പല സ്ഥലത്തും ഇങ്ങനെ, ഇപ്പോൾ അതേ വാഷ് ബേസിൻ്റെ അവിടുന്ന് എപ്പോഴും പൊട്ട സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് പീഡയാണ്. എന്നാൽ പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ അവരെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെ പല പ്രാവശ്യം പലതൊക്കെ ചെയ്ത് നോക്കി, എവിടുന്ന് ഈ മണം വരുന്നതെന്ന് അറിയില്ല. വാഷ് ബേസിൻ്റെ അവിടുന്ന് പൊട്ട സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു പൈശാചിക ബന്ധനമാണ് വീട്ടിൽ. അപ്പോൾ എന്താ ചെയ്തത്, ഇവരിതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ്റെ അവിടെ ഈ ബന്ധന പ്രാർത്ഥന അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൊബൈൽ അവിടെ കൊണ്ടുവന്ന് അല്പസമയം വെച്ചു. ആ മണം എവിടേക്കോ പോയി എന്നറിയില്ല, മനസ്സിലായോ? ആ വെള്ളം തുറക്കുമ്പോൾ മണം മൊത്തം അത്രയും പൊട്ട സ്മെല്ല. ഇതൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പോയ സാക്ഷ്യങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ആണില്ലേ? അത്ഭുതമാല കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നവരാരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ച ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു, അത്ഭുതമാല കണ്ട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക. കരഞ്ഞു പ്രാർത്ഥിച്ചോ? ഇപ്പോൾ റിനി പ്രാർത്ഥിച്ചില്ലേ, റിനി കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയുക. കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുത പെരുമഴ സംഭവിക്കും. കരഞ്ഞ്, അതൊരു സ്പെഷ്യലായിട്ട് ഈശോ തന്നൊരു മെസ്സേജാണ് കേട്ടോ. അത്ഭുതമാല കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞ്, അതാണ് പറയുക, അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്, മനസ്സിലായോ? കരഞ്ഞു പ്രാർത്ഥിക്കുക. ആ കാനായിലെ കല്യാണ വീട്ടുകാരെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അവർ പെട്ടെന്ന് നല്ല വീഞ്ഞങ്ങോട്ട് തീർന്നു പോയപ്പോൾ ശരിക്കും ഭയങ്കര കരച്ചിലായിട്ടുണ്ടാവും ആ വീട്ടിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്രയും വലിയ പ്രതിസന്ധിയാണ്. ആരെങ്കിലുമൊക്കെ ആ വീട്ടിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കരച്ചിലാണ് പരിശുദ്ധ അമ്മയിൽ ഇടപെടാൻ കാരണം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നൊരു സംഭവം വായിച്ച് കേൾപ്പിച്ചതല്ല. കരഞ്ഞു പ്രാർത്ഥിക്കുക കണ്ടോ. കിങ്ങിണി കണ്ടോ, സർജറി കഴിഞ്ഞിട്ട് മുറി ഉണങ്ങാത്ത ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അത്ഭുത ജപമാലയും വിശുദ്ധ അന്തോണിസിനോടൊന്നും നവേനയും. 2024 മാർച്ച് 26 ആയിരുന്നു എൻ്റെ ഡെലിവറി. ആ മകൾ റോഷ്നി പറപ്പൂര് കേട്ടോ, വലിയ സാക്ഷിയാണ്. സിസേറിയൻ ആയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് 31 ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിലൂടെ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ആദ്യം ബ്ലീഡിങ് ആയിരിക്കുന്നു കരുതി. വീണ്ടും 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ എൻ്റെ വസ്ത്രവും കിടന്ന ബെഡ്ഷീറ്റും നനഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് നോക്കിയപ്പോൾ എൻ്റെ വയറ്റിലെ സ്റ്റിച്ചിൻ്റെ വലതുവശത്ത് ഒരു ദ്വാരമുള്ളതായി കണ്ടു. പൈപ്പിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി വരുന്നത് പോലെ ആ ദ്വാരത്തിലൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു.
പഞ്ഞി വെച്ച് നോക്കിയപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമായിരുന്നു. വല്ലാത്ത ദുർഗന്ധമായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പഴുപ്പ് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കുകയും 2 ഇഞ്ച് നീളത്തിൽ പഞ്ഞി വെച്ച് കെട്ടിയിട്ട് നന്നായി റെസ്റ്റ് എടുക്കാൻ പറയുകയും ഒരു ദിവസം കഴിഞ്ഞിട്ട് കെട്ടഴിച്ച് നോക്കാൻ പറയുകയും ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കെട്ടഴിച്ചപ്പോൾ ഇടത്തെ വശത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലും ദ്വാരങ്ങൾ കാണുകയും അവിടെ നിന്ന് വെള്ളം വരാൻ തുടങ്ങുകയും ചെയ്തു. കണ്ടോ എന്തൊരവസ്ഥയാണ്. കൂടാതെ സ്റ്റിച്ചെല്ലാം വെള്ളം വന്ന് വീർത്ത് ചുവന്ന് തടിച്ച് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. 3 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം എനിക്കുണ്ടായ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ടോ, അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. എൻ്റെ അമ്മ മുടങ്ങാതെ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കാറുള്ള വ്യക്തിയാണ്. എന്നോട് അമ്മ പറഞ്ഞു, പേടിക്കേണ്ട. അമ്മ മോളോട് പറയുക, മോളെ പേടിക്കേണ്ട, ഇന്ന് നമുക്ക് അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ തൊടാതെ പോവില്ല എന്ന്. ഞങ്ങൾ വൈകിട്ട് 7:30 ആവാൻ കാത്തിരുന്നു. വീട്ടിലെ എല്ലാവരും മുട്ടിന്മേ നിന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ പറയുന്നതൊക്കെ കേട്ടോ. ബുദ്ധിമുട്ടുള്ളവരൊക്കെ മുട്ടിന്മേ നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. വീട്ടിലെ എല്ലാവരും മുട്ടിന്മേ നിന്ന് കരങ്ങൾ ഉയർത്തി അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കിടന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് ശബ്ദം കേൾക്കാമായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. എത്ര സാക്ഷ്യം, ഒരു സാക്ഷ്യം ഒരു മാതൃകയായിട്ട് എടുത്തതാട്ടെ നിങ്ങൾക്ക്. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോ പറയുക, അത്ഭുത ജപമാല കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈശോ പറയുക, കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുത്തേക്ക് കർത്താവ് വരും. അത് മനസ്സിൽ നിന്ന് വരണം. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് അത്ഭുത ജപമാല മണിക്കൂർ. അതാണ് കേട്ടോ, മനസ്സിലായോ? പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. ഈ 1.5-2 മണിക്കൂർ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതെന്ന്. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഉടനെ തന്നെ വീണ്ടും അച്ഛൻ വിളിച്ചു പറയുകയാണ്, കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന്. കൂടാതെ കിങ്ങിണി ഒരു കുട്ടിയല്ല, അതൊരു വ്യക്തിയാണെന്ന് അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി. എന്നെ വീട്ടിൽ കിങ്ങിണി എന്നാണ് വിളിക്കുക. ഈ പെൺകുട്ടീനെ വീട്ടിൽ വിളിക്കുന്നത് കിങ്ങിണി എന്നാണ്. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഈ സന്ദേശം വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ സ്വിച്ച് ഓഫാക്കിയ പോലെ വെള്ളം നിന്നു. പിന്നീട് അതിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല. ഞാൻ വീണ്ടും കൈകൊണ്ട് തൊട്ട് നോക്കിക്കൊണ്ടിരുന്നു. 1 മണിക്കൂറിന് ശേഷം തൊട്ട് നോക്കിയപ്പോഴും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. രാത്രി മുഴുവനും ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ദ്വാരമെല്ലാം ഉണങ്ങിയിരിക്കുകയായിരുന്നു. ചുവന്ന് തടിച്ചിരുന്ന സ്റ്റിച്ച് സാധാരണ നിലയിലായി. വലിയ അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത്. 4 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ കണ്ട ഡോക്ടർ ഓടി വന്നതിനോട് ചോദിച്ചു, സ്റ്റിച്ചെല്ലാം പൊട്ടിയോ എന്ന്. എല്ലാ സ്റ്റിച്ചും പൊട്ടിയത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതെന്നാണ് ആദ്യം ഡോക്ടർ കരുതിയത്. പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാ സ്റ്റിച്ചും നന്നായി ഉണങ്ങിയെന്ന് പറയുകയും അന്ന് തന്നെ സ്റ്റിച്ച് വെട്ടുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ സ്റ്റിച്ച് വെട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുൻപ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇത്രയും വലിയ സൗഖ്യം തന്ന യേശുവിന് 1000 നന്ദി. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ? കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഉണ്ടോ? കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കുകയാണ്. പിന്നെ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാനസിക രോഗികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹാർട്ടിന് അസുഖമുള്ളവർ, മനസ്സിലായോ? ഹാർട്ട് രോഗി, ഇതൊരു മെസ്സേജ് കൂടിയാണ് കേട്ടോ. ഈ ഹാർട്ട് രോഗികൾ എന്ത് കണ്ട് പ്രാർത്ഥിക്കുക? ഹാർട്ട് രോഗികൾ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ സ്റ്റോളിൽ പോയി ചോദിക്കുക. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ അച്ഛൻ എഴുതിയ പുസ്തകം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കുറേ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്നുള്ളത് പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്കൊക്കെ ഉള്ള പരിഹാരങ്ങൾ ആണ് അതിൽ എഴുതി വച്ചിരിക്കുക. അതൊരു വീട്ടിലെ ഒരു പുസ്തകങ്ങളും ഉണ്ടായിരിക്കുക നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ അതിലച്ഛൻ പ്രത്യേകമായിട്ട് ആദ്യം തന്നെ എഴുതി വച്ചിരിക്കുക 119ഓളം ദൈവസ്വര സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ദൈവസ്വര സന്ദേശം ഏതാനും അച്ഛൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ഹാർട്ട് രോഗികൾ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹാർട്ട് രോഗികൾ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ടാവും. ഈ സാക്ഷ്യപത്രത്തിൽ ഒരു സാക്ഷ്യം വായിച്ച് കേൾപ്പിച്ച് തരാം. കണ്ടോ? മാത്യു താമരശ്ശേരി. മത്തായി എന്ന് വിളിക്കപ്പെടുന്ന മാത്യുവിനെ കർത്താവ് സ്പർശിക്കുന്നു. കഠിനമായ രീതിയിൽ ഹാർട്ടിന് പ്രശ്നമുള്ള കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാർട്ട് രോഗമാണ് മാറി കിട്ടിയത് കേട്ടോ. ഒരു ഹാർട്ട് രോഗിയായിരുന്നു. വായിച്ച് കേൾപ്പിച്ച് തരാം. 4.5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറ്റാക്ക് വന്നിരുന്നു. ആ സമയം ഉടനെ തന്നെ എന്നെ ICUയിൽ പ്രവേശിപ്പിച്ചു. 7ാമത്തെ ദിവസം എനിക്ക് സ്ട്രോക്ക് വന്നു. ഗുരുതര അവസ്ഥയിലായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ
എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഒരു മാസത്തോളം ഞാൻ ICUവിൽ കിടന്നു. എനിക്ക് ഹാർട്ടിൽ 4 സിവിയർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഉടനെ ബൈപ്പാസ് സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ പമ്പിങ് വെറും 18% എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനാൽ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. 8 മാസത്തോളം ഡോസ് കൂടിയ മരുന്ന് കഴിക്കാൻ ഡോക്ടർമാർ പറഞ്ഞു. 8 മാസത്തോളം ഞാൻ വീട്ടിൽ കിടപ്പിലായിരുന്നു. എനിക്ക് പരസഹായം ഇല്ലാതെ എഴുന്നേൽക്കാൻ സാധിക്കില്ലായിരുന്നു. 8 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. 9 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അറ്റാക്ക് വന്നു. അപ്പോഴും 4 സിവിയർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഇത് ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രോഗശാന്തികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഹാർട്ട് സംബന്ധമായ രോഗം മൂലം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ ആരോ ഈ ആൻജിയോഗ്രാമോ ആൻജിയോഗ്രാം അല്ല, അങ്ങനെയല്ല പറയാം, ആൻജിയോഗ്രാം ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹാർട്ട് സംബന്ധമായ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സ ചെയ്യുമെന്ന് പറഞ്ഞ ഒരാൾ, ആ വ്യക്തി അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോട്ടോ. അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളില്ലാത്തൊരു കാലത്തോട്ടുള്ള തരുന്നൊരു മെസ്സേജാണ് മിസ്കാരേജ് വന്നു പോവുക, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള പ്രാർത്ഥിച്ച വിശ്വാസ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തൊണ്ട സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. തൊണ്ടവേദന, തൊണ്ടയിൽ എപ്പോഴും ബുദ്ധിമുട്ട്, കഫക്കെട്ട്, അങ്ങനെ തൊണ്ടയ്ക്കാണ് കാര്യമായ ബുദ്ധിമുട്ടാണ്. തൊണ്ട എപ്പോഴും പ്രശ്നമാണ്. ഇങ്ങനെ തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. അങ്ങനെ കർത്താവ് ഒരാളെ അല്ല, അങ്ങനെയുള്ള കുറേ പേരെയാണ് സൗഖ്യപ്പെടുത്തുക. ഈശോയോട് പറയുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ഇത് സുഖപ്പെടുത്തണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ആ കിങ്ങിണി എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. ഇതാ തൊണ്ട സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ശ്വാസമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക. വലിവ്, ശ്വാസമുട്ട്, എപ്പോഴും ശ്വാസമുട്ടും വലിവും, അങ്ങനെ ശ്വാസം മുട്ടുന്ന അവസ്ഥയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ശ്വാസമുട്ട്, വലിവ്, ആസ്മ, കർത്താവ് ഇന്നത്തെ ദിവസം ഈ സമയം ഈ സാക്ഷ്യങ്ങളും ഈ അനുഭവങ്ങളും അച്ഛൻ പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള മേഖലയിൽ പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വെറുതെ കേട്ടിരിക്കലല്ല, ഇതൊരു സുവിശേഷമാണ്. നമ്മൾ സുവിശേഷം ഇങ്ങനെ വായിക്കുക, യേശു ദേ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. അതിനതേ യേശു മത്തായി എന്ന പേരുള്ളൊരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അതന്നെ 2024 വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനായി ജീവിച്ച ആൾ, അന്ന് ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത ആൾ ഇന്ന് മത്തായി ചേട്ടന് സൗഖ്യം കൊടുക്കുന്നു. മനസ്സിലായോ? അന്ന് അദ്ദേഹം സൗഖ്യം കിട്ടിയത് നമ്മൾ ബൈബിൾ എഴുതി വെച്ച് വായിക്കുന്നു. ആ ബൈബിളിൽ ഇത് എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ലോ, പക്ഷേ ഇയാൾ തന്നെയാണ് സൗഖ്യം കൊടുക്കുന്ന ആൾ. പുരുവിധത്തിൽ പറഞ്ഞ് ഇതും ഒരു സുവിശേഷമാണ്. കാരണം അന്ന് പ്രവർത്തിച്ച ആൾ തന്നെയാണ് ഇന്നും പ്രവർത്തിക്കണേ. അത് തന്നെയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് നിങ്ങളോട് സാക്ഷ്യപത്രം വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യാൻ പറയണേ. എത്ര പ്രാവശ്യം എന്താ മെസ്സേജ് തന്നിട്ടുള്ളതാണെന്നറിയോ? നിങ്ങൾ സാക്ഷ്യപത്രം വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യും. നിങ്ങളുടെ നിയമങ്ങൾ വെച്ചോ വെക്കാതെയോ എങ്ങനെയോ ഒരു പ്രേക്ഷിത വേല. കാരണം ആൾക്കാർ ഇത് വായിക്കുമ്പോൾ തന്നെ അവർ അത്ഭുതം സംഭവിക്കുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, ഇത് വായിക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്ഥല വിൽപ്പന തടസ്സങ്ങളുള്ള പ്രാർത്ഥിച്ചോ. സ്ഥല വിൽപ്പന തടസ്സം കുറേ നാളായി സ്ഥല വിൽപ്പന അങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നു. സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. PCOD ആയിരിക്കുക. PCOD കൈയൊന്നും വെക്കേണ്ടതില്ല. PCOD പ്രാർത്ഥിച്ചോ. PCOD ഉള്ളത് ആർക്കുക? നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ PCOD ഉള്ളവർ? ശക്തമായി പ്രാർത്ഥിച്ചോ. പരിപൂർണ്ണ സൗഖ്യമാണ് കേട്ടോ. നാളെയും മറ്റന്നേ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഈ ആൾക്കാർ വന്നിട്ട് സാക്ഷ്യം പറയാൻ തീരുമാനം എടുത്തോ. കണ്ടോ, അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോൾ തന്നെ കണ്ടോ, ആ കാനായിലെ കല്യാണ വീട്ടിൽ ഇതുപോലൊരു അത്ഭുതം നടക്കാൻ കാരണം ഈ അമ്മയുടെ സാന്നിധ്യം. അമ്മേനെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഈ അമ്മയുണ്ടോ? നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ അമ്മയുണ്ടോ? നമ്മുടെ കോൺവെൻറ്റിൽ അമ്മയുണ്ടോ? നമ്മുടെ ആശ്രമത്തിൽ അമ്മയുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അമ്മയുണ്ടോ? ഈ പരിശുദ്ധ അമ്മയായിട്ട് വല്ല ബന്ധമുണ്ടോ? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ടോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കാറുണ്ടോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസ പ്രമാണം ചെയ്യാറുണ്ടോ? കണ്ടോ, മനസ്സിലായോ? ഇപ്പോൾ വിശുദ്ധ കുർബാനയാണ് പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്ന് പറയും അല്ലേ? വിശുദ്ധ കുർബാനയാണ് പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, ആരാധനകളുടെ ആരാധന, കുദാശകളുടെ കുദാശ. വിശുദ്ധ കുർബാന, മനസ്സിലായോ? ഇപ്പോൾ വിശുദ്ധ കുർബാന, കുദാശകളുടെ കുദാശ, പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്ന് പറയാൻ കാരണം വിശുദ്ധ കുർബാന കുറേ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ സ്തുതിപ്പുണ്ട്. ഏത് പ്രാർത്ഥനയുടെയും പ്രധാനപ്പെട്ട ഘടകം സ്തുതിപ്പാണ്. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയം സ്തുതിപ്പാണ്. നീ ഞങ്ങൾക്ക് നൽകിയ സഹായം കനികൾക്ക് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം. കണ്ട, മുഴുവൻ സ്തുതിപ്പായിരിക്കും ഭൂരിഭാഗവും. എന്നാൽ വിശുദ്ധ കുർബാനയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ കാറസൂസ പ്രാർത്ഥനയുണ്ട്, അപേക്ഷ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? കണ്ടോ, വിശുദ്ധ കുർബാനയിൽ
ഇപ്പം നമ്മൾ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയിൽ ബന്ധന പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു സമാഹാരമാണ് വിശുദ്ധ കുർബാന. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം അത്ഭുത ജപമാല നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞേ, അത്ഭുത ജപമാല ഇതിൻ്റെ ഒരു സമാഹാരമാണ്. വിശുദ്ധ കുർബാന പോലെ തന്നെ വലിയൊരു പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമാണ് അത്ഭുതങ്ങളുടെ ജപമാല. അത്ഭുതങ്ങളുടെ ജപമാലയിൽ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുടെ പ്രാർത്ഥനയുണ്ട്. അത്ഭുതങ്ങളുടെ ജപമാലയിൽ വിശുദ്ധരോടുണ്ട്, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നില്ലേ, വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ടോ. അത്ഭുത ജപമാലയിൽ ബന്ധന പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, അത്ഭുത ജപമാലയിൽ വിശ്വാസ പ്രമാണമുണ്ട്, അത്ഭുത ജപമാലയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ടോ. അത്ഭുത ജപമാലയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുത ജപമാലയിൽ വചനേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സിലായി. അത്ഭുത ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുത ജപമാല എന്ന് വെച്ചാൽ കുറേ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമാണ് അത്ഭുതങ്ങളുടെ ജപമാല. അതുകൊണ്ടാണ് ആ ശുശ്രൂഷയിൽ അത്ഭുത പെരുമഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാനസിക രോഗികൾ ഇതുപോലെ സൗഖ്യപ്പെടുന്നത്? അത്ഭുത ജപമാല 2021 ജൂൺ 15 ഇവിടെ ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ഒരു കൊച്ചു ചാപ്പലിരുന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദൈവസ്വര സന്ദേശം ചെവിയിൽ പതിക്കുകയാണ്. ആ ദൈവസ്വര സന്ദേശം ഇതാണ്: ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം, മരിച്ചുപോയവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായോ? ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജത്രോദൻ്റെ പ്രാർത്ഥന, ഈ 5 രഹസ്യത്തിൽ ഒരു രഹസ്യം ജത്രോദൻ്റെ പ്രാർത്ഥന ചൊല്ലി മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിന് കേട്ടിട്ടുണ്ടോ? മനസ്സിലായോ? ഈ പ്രാർത്ഥന ചെല്ലുന്നത്, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം മാനസിക രോഗികൾ സൗഖ്യപ്പെടുന്നത്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുത ജപമാല ചൊല്ലുമ്പോൾ മാനസിക രോഗികൾ സൗഖ്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, നമുക്ക് ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പാപശാപ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, അത് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോവും. അല്ലയോ? അത് 1-2 പേരൊന്നല്ല പ്രാർത്ഥിക്കുന്നത്. അത്ഭുത ജപമാല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പല സ്ഥലത്ത്, ലോകത്തിൻ്റെ പല സ്ഥലത്തിരുന്നുകൊണ്ട് ഈ എല്ലാ ചൊവ്വാഴ്ചകളും 7:30 മുതൽ 9:30 വരെയോ മറ്റോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശുശ്രൂഷയിൽ. പിന്നെ ഓഫ് ടൈമായിട്ട് വേറെ സമയത്ത് കാണുന്നത് വേറെ. മനസ്സിലായോ? ഇപ്പം എത്രയോ പേരത് കണ്ടുകൊണ്ടിരിക്കുക, എത്രയോ പേരാ മരിച്ചവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കാതിരിക്കുക, ആ പ്രാർത്ഥന അത്ഭുതം നടക്കാതിരിക്കുകയോ? മനസ്സിലായോ? അപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതിൽ അച്ഛൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അത്ഭുതങ്ങളുടെ ജപമാലയിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുത ജപമാല വെറുതെ ചെല്ലല്ല. അത്ഭുത ജപമാലയിലെ നിങ്ങൾ സ്ക്രീനിൽ കാണും, ദേ ഒരാളെവിടെ വെച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് ഈ അത്ഭുത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സെൻറ്റർ പോയിന്റ് ഈശോയാണ്. ഈ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ആ കാനാലിലെ കല്യാണം വീട്ടിൽ കണ്ടില്ലേ, ആ വീട്ടുകാർ പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചിരുന്നു. ആ പരിശുദ്ധ അമ്മ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മ നോക്കുക, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരെയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരെയും പരിശുദ്ധ അമ്മ നയിക്കുന്നത് യേശുവിലേക്ക് നയിക്കുക. ആ വീട്ടുകാരോട് പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യാനാണ് പറഞ്ഞത്. കണ്ടോ? അപ്പോൾ പരിശുദ്ധ അമ്മ ഈ വീട്ടുകാരെ യേശുവിലേക്ക് ആനയിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിലേക്ക് ആനയിക്കുന്നു. പരിശുദ്ധ അമ്മ ആ പരിചാരകരെയും മറ്റെല്ലാവരെയും ആ വീട്ടിൽ വന്ന കല്യാണത്തിന് വന്ന എല്ലാവരെയും യേശുവിലേക്ക് ആകർഷിക്കുകയാണ്. അത് യേശുവിൻ്റെ മഹത്വം കാണാൻ ഇടവരുത്തുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധ അമ്മ വഴി ആ വീട്ടുകാർ തീർച്ചയായിട്ടും ഈശോയെ അറിയും, അനുഭവിക്കും, യേശുവിൻ്റെ മഹത്വം ദർശിക്കും, അത്ഭുതങ്ങൾ ദർശിക്കും. യേശുവിനെ പോലെ അല്ലെങ്കിൽ യേശുവിൻ്റെ വചനാധിഷ്ഠിത ജീവിതം നയിക്കത്തക്ക രീതിയിൽ ഒരു വലിയ അഭിഷേകം ആ കുടുംബത്തിൽ കർത്താവ് തരും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പോൾ 6 മാർപ്പാപ്പ പറയുന്നത്, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വഴിയാണ്, രാജവീതിയാണ് പരിശുദ്ധ മറിയം. യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന രാജവീതിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് യേശുവിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള രാജവീതി ആരാണ്? ഈ പരിശുദ്ധ അമ്മയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വഴി നമുക്ക് യേശുവിൽ എത്തിച്ചേരാം, യേശു വഴി നമുക്ക് പിതാവിൽ എത്തിച്ചേരാം. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം അത് കാണാൻ സാധിക്കും കേട്ടോ. അച്ഛൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ സഹോദരൻ ഇതുപോലെ ഹാർട്ട് രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എപ്പോഴും 4 സെവിയർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൈകാതെ തന്നെ ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുകയും സർജറിക്കായി ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഓക്സിജൻ, BP, പൾസ് പെട്ടെന്ന് കുറഞ്ഞുപോയി. എൻ്റെ ഭാര്യയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഈ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി രക്ഷയില്ല, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഭാര്യയുടെ ചേച്ചി എന്നെ കാണാനായിട്ട് വരുന്നത്. എൽറുഹ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയെക്കുറിച്ചും ഞങ്ങളോട് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ അഹങ്കാരമായിരുന്നു. 12 വർഷത്തോളം ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ ഞാൻ അതിനെ വെറും നിസ്സാരമായി കണ്ടു.
പക്ഷേ ഭാര്യയുടെ സഹോദരി എൻ്റെ സമീപത്തിരുന്ന് ബെഡിൽ ബൊംബെയിൽ ഓണാക്കി വെച്ച് അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടെയാണ് ഞാൻ അതുവരെ കിടന്നിരുന്നത്. എന്നാൽ ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴോ സാധാരണ പോലെ ശ്വാസം എടുക്കാൻ എനിക്ക് സാധിച്ചു. കണ്ടോ, ഓക്സിജൻ മാസ്കിൻ്റെ സഹായമില്ലാതെ ഞാൻ ശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശുശ്രൂഷയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അന്ന് മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും അത്ഭുതമാലയും ശനിയാഴ്ചയിലെ ഏകദിന ബൈബിൾ കൺവെൻഷനും ഞാൻ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സെപ്റ്റംബർ മാസത്തിൽ ഒരു അത്ഭുതങ്ങളുടെ ജപമാല കിടന്നുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മത്തായി എന്ന് വിളിക്കുന്ന മാത്യുവിനെ കർത്താവ് സ്പർശിക്കുന്നു. കഠിനമായ രീതിയിൽ ഹാർട്ടിന് പ്രശ്നമുള്ള കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. അന്നത്തെ ശുശ്രൂഷയുടെ സമാപന ആശീർവാദം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. ബെഡിൽ കിടന്നിരുന്ന ഞാൻ ചാടി എഴുന്നേറ്റു. ഉണ്ടോ വല്ലത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത്രയും സീരിയസ് ആയി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. ഭാര്യയുടെ സഹോദരി വന്നിട്ട് പറഞ്ഞു, അത്ഭുതമാല ഇയാൾക്ക് പുച്ഛമായിരുന്നു അതിനോടൊക്കെ. ഞാൻ 12 വർഷം ഒരു ധ്യാനകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് ഇയാൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണോ, ഈ ഒരു ചിന്തയായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ ആ ഭാര്യയുടെ സഹോദരി ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവിടെ മൊബൈൽ ഓണാക്കി വെച്ച് അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചു. അതുവരെ ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടെ ഇയാൾ വലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ജപമാല ഒരെണ്ണം കഴിയുമ്പോഴേക്കും അതൊക്കെ മാറ്റി ആൾ ഒന്നുകൂടി ഉഷാറായി. വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്നാൽ വീട്ടിൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, മരുന്ന് കഴിച്ച് ഫുള്ള് റെസ്റ്റ്. എനിക്കിലൊക്കെ വളരെ റോബോട്ട് എനിക്കിനെ പോലെ പതിയെ എണിക്കുക, പതിയെ നടക്കുക, എല്ലാം പതിയെ. അതാണ് പറഞ്ഞിരുന്നത്. ഫുൾ ടൈം കിടപ്പാണ്, റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കിടന്നുകൊണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഈ അച്ഛൻ മെസ്സേജ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, മത്തായി എന്ന് വിളിക്കപ്പെടുന്ന മാത്യുവിനെ കർത്താവ് സ്പർശിക്കുന്നു. കഠിനമായ രീതിയിൽ ഹാർട്ടിന് പ്രശ്നമുള്ള കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഇത് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയും ചിന്തിച്ചു, ഇത് നമ്മെ പറ്റിയല്ല പറയണേ, ചേട്ടനെ പറ്റിയല്ല പറയണേ. അയാളും ചിന്തിച്ചത് എന്നെ പറ്റിയല്ല പറയണേ, ഞാനല്ല മത്തായി, ഞാനല്ലേ മാത്യു, ഞാനല്ല ഇപ്പോൾ കഠിനമായ രോഗമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഹാർട്ടിന് അസുഖമായിട്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു സൗഖ്യം കിട്ടിയതായിട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ അച്ഛൻ മെസ്സേജ് എല്ലാം പറഞ്ഞതിന് ശേഷം സമാപന ആശീർവാദം എല്ലാവരും മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി സ്തുതിക്കില്ലേ, ആ സമയത്ത് വിശുദ്ധ കുർബാന എടുത്ത് ഒരു ആശീർവാദം കൊടുക്കലാണ്. ടി വിയിലൂടെ കണ്ടോ, അല്ലെങ്കിൽ മൊബൈലിലൂടെ കണ്ടോ, മനസ്സിലായോ? ഈ ആശീർവാദം അതാ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത്. അത്ഭുത ജപമാലയിൽ അത്ഭുതം നടക്കാണ്ട് അത്ഭുത ജപമാല കുറേ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമാണ്. അതിലൊന്നാണ് ദിവ്യകാരുണ്യ ആശീർവാദം, മനസ്സിലായോ? ഈശോയുടെ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം. ഈ ആശീർവാദം നടത്തിയ സമയത്ത് എന്ത് കണ്ടോ, എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടുന്ന അനുഭവം എനിക്കുണ്ടായി. ബെഡിൽ കിടന്നിരുന്ന ഞാൻ ചാടി എഴുന്നേറ്റു. ഹാർട്ട് രോഗിയായി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടു. പിറ്റേ ദിവസം എൻ്റെ ഭാര്യ എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ തന്നെ ഞാൻ എഴുന്നേൽക്കുകയും അടുക്കളയിൽ കയറിയ ചായ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കണ്ട് എൻ്റെ ഭാര്യ അത്ഭുതപ്പെട്ടു. അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞത് എന്നെക്കുറിച്ച് തന്നെയാണെന്ന് ഞാൻ പരിപൂർണമായിട്ടും ആ സമയം വിശ്വസിച്ചു. ഒരു ദിവസം 22 ഗുളിക വീതം ഞാൻ കഴിച്ചിരുന്നു. അന്ന് മുതൽ ഗുളിക കഴിക്കുന്നത് നിർത്തി. പിന്നീട് ഒരു ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ശനിയാഴ്ചയിൽ ഏകദിന ബൈബിൾ കൺവെൻഷനിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മാത്യു എന്ന മകനോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നുവെന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് റിസൾട്ട് കണ്ടതിന് ശേഷം സാക്ഷ്യപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഡിസംബർ 27 ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു സൗഖ്യം കിട്ടിയെന്നും മരുന്ന് കഴിക്കുന്നത് നിർത്തിയെന്നും ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡോക്ടർ കുറേ ദേഷ്യപ്പെട്ടു. ഹാർട്ട് രോഗികൾ മരണം വരെ ഈ ഗുളിക കഴിക്കണം, മുടങ്ങാതെ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീണ്ടും ECG എടുത്തപ്പോൾ എല്ലാം നോർമലായിരുന്നു. വീണ്ടും എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലെല്ലാം നോർമലായിരുന്നു. കണ്ടോ, റിസൾട്ട് വന്നു. ഇത് കണ്ട് ഡോക്ടർ അത്ഭുതത്തോടെ എന്നോട് പറഞ്ഞു, ഒരു മുസ്ലിം ഡോക്ടറാണ്, അയാൾ പറയുകയാണ്, പടച്ചോൻ തൊട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഒരു മുസ്ലിം സഹോദരനായിരുന്നു. ഡോക്ടർ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പടച്ചോൻ നിങ്ങളെ തൊട്ടിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങളിത് നേടിയെടുത്തത്, ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇദ്ദേഹം എന്ന്. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതാണ് പറയുക, ഹാർട്ട് രോഗികൾ എന്ത് ചെയ്യണം? അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, പ്രത്യേകിച്ച് കർത്താവ് ഒരു സന്ദേശം തന്നതുകൊണ്ടാണ് അച്ഛൻ എടുത്തു പറയുക, ഒരു ദൈവസ്വര സന്ദേശമാണ്. ഹാർട്ടിന് രോഗമുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു ദൈവസ്വര സന്ദേശമാണ്, കടബാധിതയുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കടബാധിതയുള്ളവരൊക്കെ ഉണ്ടോ? കടബാധിതയുള്ളവരെന്ത് ചെയ്യണം? അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക. കടബാധിതയുള്ള ഒരാളുടെ ഒരു സാക്ഷ്യം അച്ഛൻ കേൾപ്പിച്ചു തരാം. കടബാധിത
ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിലൊരു എണ്ണം വേണമെങ്കിൽ ഇതിൽ ഒരു സാക്ഷി എഴുതി വെച്ചത് ഞാൻ ഓർക്കുകയാണ്. കടബാധ്യത കാരണം വീട് വിട്ട് നാട് വിട്ട് പോകാനൊരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കണ്ടോ, കൊറോണയ്ക്ക് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. അതിനാൽ ഒരു വലിയ തുക പലിശയ്ക്ക് കൊടുക്കേണ്ടി വന്നു. പല സമയത്തും എനിക്കത് തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. രതീഷ് കേട്ടോ, കോട്ടയത്ത് നിന്ന് രതീഷ് സാക്ഷ്യപ്പെടുത്തുകയാണ്. കുറേ അവധി പറഞ്ഞെങ്കിലും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ കുടുംബം മുഴുവൻ വലിയ മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഭാര്യയുടെ അമ്മ പറഞ്ഞാണ് ആദ്യമായി ഒരു ചൊവ്വാഴ്ച അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണിസിനുള്ള നൊവേനയും കണ്ടു തുടങ്ങിയത്. അന്നേ ദിവസം തന്നെ റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞു, കടബാധ്യത കാരണം വീട് വിട്ട് നാട് വിട്ട് പോകാനൊരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുവെന്ന്. മനസ്സുരുകി പ്രാർത്ഥിക്കാനും വലിയൊരു അനുഗ്രഹത്തിലേക്ക് തിരിച്ചു വരുമെന്നും അച്ഛൻ പറയുകയുണ്ടായി. അതിനുശേഷം ഓരോ അത്ഭുതമാല കാണുമ്പോഴും മനസ്സിൽ വലിയ ആത്മവിശ്വാസവും ദൈവത്തിൽ വലിയ പ്രത്യാശയുണ്ടായി. ഞങ്ങൾക്ക് കുറച്ച് തുക കുടിശ്ശികയായി കിട്ടാനുണ്ടായിരുന്നു. അത് ലഭിക്കുവാൻ വലിയ തടസ്സമായിരുന്നു. ചില രാത്രികൾ ഉറങ്ങാതെ കുടുംബം മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. ജപമാലയ്ക്കിടെ അച്ഛൻ വിശുദ്ധ അന്തോണിസിനുള്ള നൊവേന 13 തവണ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ അത്ഭുതകരമായി കിട്ടാനുള്ള കുടിശ്ശിക മുഴുവനും ഞങ്ങൾക്ക് കിട്ടി. ബാധ്യതകളെല്ലാം വീട്ടാൻ സാധിച്ചു. യേശുവിന് 1000 നന്ദി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അത്ഭുത ജപമാലയിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒരു എന്തുമാത്രം ഈ 4 വർഷം കൊണ്ട് ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നടന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും എന്ന് വെച്ചാൽ അത്ര 3-ൽ 2 അത്ഭുതങ്ങളും ഈ അത്ഭുതങ്ങളുടെ ജപമാലയിലൂടെ നടന്ന അത്ഭുതങ്ങളാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ശുശ്രൂഷയെ പറ്റി പറയാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം കർത്താവ് ഈ സന്ദേശം തരുന്നത്. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് അമ്മയോടൊപ്പം മുഴുകിയിരിക്കുക. മനസ്സിലായോ? അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. കടബാധ്യതയുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണിസിനോ നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക. മറ്റൊരു ദൈവസ്വര സന്ദേശം നിങ്ങൾ കണ്ടോ? അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. എത്ര പ്രാവശ്യം കർത്താവ് തന്നൊരു സന്ദേശം എന്നറിയോ? ദൈവസ്വര സന്ദേശം എന്നറിയോ? ജനത്തോട് പറയാൻ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. വേറൊരു ദൈവസ്വര സന്ദേശമാണ് 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക. 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക, നിയോഗിക്കുക. 90 ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ അത്ഭുത ജപമാല വെച്ച് റെക്കോർഡ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, പല മക്കളും പറയുന്നൊരു കാര്യമാണ്. ഈ അടുത്ത് പോലും ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഓഫീസുകാർ പറയുക, ഇപ്പോഴും പലർക്കും അറിയില്ല, ഇത് റെക്കോർഡ് കണ്ടാലും കുഴപ്പമില്ല. പലരും ചോദിക്കും, ഇതെങ്ങനെയത് 90 ദിവസം അത്ഭുത ജപമാല, അത് ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ജപമാല വെച്ച് അങ്ങനെ 90 ആഴ്ച ഓരോ ജപമാല വെച്ച് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് പോലും ഓഫീസിലേക്ക് വിളിച്ച ആൾക്കാർ ഈ സംശയം ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കുക, ഓരോ ദിവസവും ആഴ്ചയിൽ ഓരോ ജപമാല വെച്ച് ചെല്ലാനല്ല ഉദ്ദേശിക്കുന്നത്. അത്ഭുതങ്ങളുടെ ജപമാല 90 ദിവസം കാണാം, 33 ദിവസം കാണാം എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസവും ഓരോ അത്ഭുത ജപമാല വെച്ച് കാണാം. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു 240ഓളം അത്ഭുത ജപമാല എടുക്കുന്നുണ്ട്. ഇതുവരെ 240 എപ്പിസോഡ് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 240 എണ്ണത്തിൽ നിങ്ങളൊരു 90 എണ്ണം, ഏതെങ്കിലും 90 എണ്ണം, ഏത് വർഷത്തെ ആയിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ, കണ്ട തന്നെ വീണ്ടും കണ്ടിരിക്കരുത്. അതുമ്പോൾ നമ്പർ എഴുതിയിട്ടുണ്ടാവും, നമ്പർ. അപ്പോൾ 230 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 55 ഈ നമ്പറുകൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ കണ്ടു 55 കണ്ടെങ്കിൽ 55 എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു 63 കിട്ടി, അപ്പോൾ 63 എഴുതി വയ്ക്കുക. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ 73 കിട്ടി, അപ്പോൾ 73 എഴുതി വയ്ക്കുക. കണ്ട തന്നെ വീണ്ടും കാണരുത്. കാണാത്ത ഓരോ ദിവസവും ഓരോന്ന് വ്യത്യസ്തമായ അത്ഭുത ജപമാല കണ്ട് ഓരോ ദിവസം പ്രാർത്ഥിക്കുക. അങ്ങനെ 90 എണ്ണം അങ്ങനെ നിങ്ങൾ കണ്ടുവയ്ക്കുന്നു, പ്രാർത്ഥിച്ചു വയ്ക്കുക. നിങ്ങളുടെ നിയമങ്ങൾ എഴുതി വെച്ച് ടീച്ചറോട് പറയുക, ഇതിൽ ഏതൊക്കെ സാധിച്ചു കിട്ടുന്നോ അതെല്ലാം ഞാൻ ഈ ആൽത്താരിൽ വന്ന് എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നൊരു വാക്ക് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിച്ചു വയ്ക്കുകയും മഹാത്ഭുതങ്ങൾ സംഭവിക്കും. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അത് ഒരു രോഗശാന്തി മാത്രമല്ല, രോഗശാന്തികളാണ് നമ്മളിവിടെ മെയിനായിട്ട്. രോഗശാന്തി അല്ലെങ്കിൽ പല്ലിശല്യം മാറി അങ്ങനെയുള്ള കാര്യങ്ങൾ വിടുതൽ കിട്ടി ആ മേഖലകളൊക്കെയാണ് നമ്മളിവിടെ സാക്ഷ്യം പറയിപ്പിക്കുക. പിന്നെ എല്ലാവരും ഇപ്പം ഇന്നും ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ. പലരും പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് അനുഗ്രഹം. അതായത് ഏതനുഗ്രഹം? ആത്മീയ അനുഗ്രഹം. ഈശോ തന്നെ പറഞ്ഞില്ലേ, വ്യക്തമായ സന്ദേശമാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് പലർക്കും സന്തോഷമില്ലാത്തതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ സ്തുതിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ കൂട്ടത്തിൽ പലർക്കും വിശ്വാസക്കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നടക്കുന്നില്ല, അച്ഛൻ തിരികെ പ്രസംഗിക്കുക, അതൊന്നും നടക്കുന്നില്ല, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ശരിയാവില്ല, അതൊന്നും ശരിയായി, ഇനി എൻ്റെ ജീവിതം ശരിയായി, ഈ കടബാധ്യത എനിക്ക് വീട്ടാൻ പറ്റില്ല, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല, ഇനി എൻ്റെ കുടുംബ പ്രശ്നം ഒന്നും മാറുന്നില്ല, ഡിവോഴ്സ് ചെയ്യാൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയിൽ ആരും പങ്കെടുക്കുന്നുണ്ട്. ഇത് ഓൺലൈനിൽ കാണുന്നുണ്ടായിരിക്കും. ഡിവോഴ്സ്, വിവാഹമോചനം ഒരിക്കലും ചെയ്യരുത് കേട്ടോ.
ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അന്ന് പിന്തിരിഞ്ഞ് പൊക്കോളം അവിടുന്ന്, മാറിപ്പോക്കോളം അവിടുന്ന്. മനസ്സിലായോ? നീ അത് ഡിവോഴ്സ് ചെയ്താൽ കുടുങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം യോജിപ്പിച്ച മനുഷ്യനായിട്ട് നീ വേർപ്പെടുത്തരുത്. ദൈവമാണ് യോജിപ്പിക്കുന്നത്, മനുഷ്യനാണ് വേർപ്പെടുത്തുന്നത്, പിശാചാണ് വേർപ്പെടുത്തുക. അതിന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരികയാണ് കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ഈ പരിശുദ്ധ അമ്മ ഇടപെടട്ടെ. കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് മറ്റൊരു ദൈവസ്വര സന്ദേശം അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു തരാം. പരിശുദ്ധ അമ്മയെ പറ്റി മറ്റൊരു ദൈവ സന്ദേശത്താണ്, പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രശ്നങ്ങൾ മാറിപ്പോകാൻ, പ്രശ്നമുള്ളവരോ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുക. കുടുംബ പ്രാർത്ഥന സജീവമാക്കുക മറ്റൊരു ദൈവ സന്ദേശമാണ്. പല സമയത്തായിട്ട് കിട്ടിയിരിക്കുന്ന പല ശുശ്രൂഷകൾക്ക് പോയപ്പോൾ കുടുംബ പ്രാർത്ഥന സജീവമാക്കുക മറ്റൊരു ദൈവസ്വര സന്ദേശമാണ്. കടബാധ്യതയുള്ളവരോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കടബാധ്യതയുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? കടബാധ്യതയുള്ളവരൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക കേട്ടോ. അടുത്തത് ശ്രദ്ധിച്ചോ, പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. അത്ഭുത ജപമാല നിങ്ങൾ മുടങ്ങാതെ ചൊല്ലി നോക്കിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. അത്ഭുത ജപമാല മുടങ്ങാതെ ചൊല്ലി നോക്കുക. അങ്ങനെ ചില അനുഗ്രഹങ്ങൾ അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് നേരിട്ട് കിട്ടിയൊരു അനുഗ്രഹം. സുനി, ഇതൊക്കെ ആദ്യ നാളുകളുണ്ടായ ഒരു അത്ഭുത. സുനി എന്ന വ്യക്തിക്ക് ഈ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. 15 വർഷത്തോളായി ആമവാദം കേട്ടോ. ശ്രദ്ധിച്ച്, അങ്ങനെയുള്ള ആരോഗ്യം ഉണ്ട് ഈ കൂട്ടത്തിൽ. 15 വർഷത്തോളായി. ഇതായിരിക്കും ചൊറിച്ചിൽ, ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിൽ. ശരീരത്തിൽ ചൊറിച്ചിലുള്ളവർ പ്രാർത്ഥിച്ചോട്ടോ. ത്വക്ക് രോഗമുള്ളവർ, ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിൽ, ശരീരം മൊത്തം ചൊറിച്ചിൽ തന്നെ ചൊറിച്ചിൽ, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ചൊറിച്ചിൽ, രഹസ്യ ഭാഗത്ത്, ലൈംഗിക ഭാഗത്ത് ചൊറിച്ചിൽ. ആർക്കത്? പരിപൂർണ്ണ സൗഖ്യേശ കൊടുക്കണേ. രഹസ്യ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ, ശരീരം മുഴുവൻ ചൊറിച്ചിൽ, ശരീരത്തിൽ ചൊറിച്ചിൽ. അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ചൊറിച്ചിൽ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മോളി എന്നൊരു പേര് തരുന്നുണ്ട്. മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിച്ച മോളി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കണ്ടോ, 15 വർഷത്തോളമായി കയ്യിൽ ആമവാദം വന്ന് ഞാൻ ബുദ്ധിമുട്ടുകയാണ്. ജോലിക്ക് പോകുന്ന വീട്ടിലെ മേഡം പറഞ്ഞിട്ടാണ് ഞാൻ അത്ഭുതജപമാലയെ കുറിച്ച് അറിയുന്നത്. അത്ഭുതജപമാല കണ്ട് പ്രാർത്ഥിച്ചാൽ മതി സൗഖ്യം കിട്ടുമെന്ന് മേഡം പറഞ്ഞ അന്ന് മുതൽ സ്ഥിരമായി, ആ വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ, സ്ഥിരമായി. അതാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ, സ്ഥിരമായി ചൊല്ലിയാൽ, വല്ലപ്പോഴും ചൊല്ലിയാലല്ല, മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. മനസ്സിലായോ? മേഡം പറഞ്ഞതനുസരിച്ച് ഞാൻ സ്ഥിരമായി അത്ഭുത ജപമാല കണ്ട്, മുടങ്ങാതെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആമവാദം വന്ന് എൻ്റെ കയ്യിലെ നീര് വന്ന് വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരു വിരൽ നിവരാത്തതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയും അതിൻ്റെ ഫലമായി ബാക്കി വിരലുകൾ നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. കണ്ടപ്പോൾ ഒറ്റ വിരലും നിർത്താം. ആമവാദം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ആമേരെ തോട് പോലെയാവും കൈയും കാലൊക്കെ, ഇങ്ങനെ ഇരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. അത് ഫ്ലെക്സിബിളായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതാണ്. കൈകളിൽ നീര് കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിക്കാൻ പോലും മടിയായിരുന്നു. കൂടാതെ എൻ്റെ കക്ഷത്തിൽ നീര് വന്ന് കഴല പോലെ വന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് 3 കഴലയും ഉണ്ടായിരുന്നു. കുമ്പിട്ട് ജോലികൾ ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് ഞാനും ഭർത്താവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5ാം രഹസ്യത്തിന് മുമ്പ് അച്ഛൻ രോഗസൗഖ്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റാഫേലച്ഛൻ വിളിച്ചു പറഞ്ഞു, സുനി എന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. ആ സമയം തന്നെ എൻ്റെ ശരീരത്തിലൊരു ശക്തി വന്നു. ആ നിമിഷം തന്നെ എൻ്റെ കൈയുടെയും കാലിൻ്റെയും വേദന പരിപൂർണമായിട്ട് മാറിപ്പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കയ്യിൽ പാടുകളോ നീരോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നെഞ്ചിലെ 3 കഴലയും കക്ഷത്തിലെ നീരും പരിപൂർണമായിട്ട് മാറിക്കിട്ടി. അത്ഭുത രോഗശാന്തി നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ 1 വർഷമായിട്ടും, 1 വർഷം കഴിഞ്ഞിട്ടാണ് സാക്ഷ്യം പറയുന്നത് കേട്ടോ, 1 വർഷമായിട്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സാക്ഷി ഇതൊക്കെ ആ സമയത്ത് സന്ദേശം തന്നത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. സന്ദേശം തന്നതേ 5ാമത്തെ രഹസ്യം ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആൾക്കാരെ കൊണ്ട് സ്തുതിപ്പിക്കുന്ന സമയത്ത് ഈ പേരിങ്ങനെ തരാം, സുനി. അപ്പോൾ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ് നമ്മൾ. പിന്നെ ഒറ്റ വിളിച്ച് പറയലാണ്, സുനി എന്ന മകൾ ശക്തമായി പ്രാർത്ഥിച്ച സുനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുന്നുണ്ടെന്ന്. ആ സമയത്ത് ഈ അത്ഭുതം നടക്കണേ കണ്ടോ. ഈ സാക്ഷിക വന്നപ്പോൾ അച്ഛന് എന്തിന് സന്തോഷമായെന്ന് അറിയോ? ഇതൊക്കെ നമുക്ക് കർത്താവ് തരുന്നത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. വേറെ ചില സാക്ഷ്യങ്ങൾ അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു തരാം.
എന്താണ് ശാലു എന്ന് വിളിക്കപ്പെടുന്ന ശാലിനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി 2 പ്രാവശ്യം മരുമകൾ പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോർഷനായി പോയി. പിന്നീട് ഒന്നും ആകുന്നുണ്ടായിരുന്നില്ല. 2-3 ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു. 2 പേർക്കും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നിട്ടും വിശേഷമാകുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. മോനും മോൾക്കും കുട്ടികളെ വളരെ ഇഷ്ടമാണ്. എറണാകുളത്തെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് IVF ചെയ്തോളോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യം എന്നോടും ഭർത്താവിനോടും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു 3 മാസം അത്ഭുതങ്ങളുടെ ജപമാല മുടങ്ങാതെ കണ്ട് പ്രാർത്ഥിക്കുക എന്ന്. ആ 3 മാസത്തിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. മുടങ്ങാതെ അത്ഭുത ജപമാല ചൊല്ലിയാൽ എന്ത് അനുഗ്രഹം കിട്ടും? ഒത്തിരി അനുഗ്രഹം കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും മുടങ്ങാതെ 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 അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ടോ, 2023 മാസം എന്ന് വെച്ചാൽ എത്രയാ? 90 ദിവസം. അച്ഛൻ നേരത്തെ തന്ന ദൈവസ്വര സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. 90 ദിവസം അത്ഭുതങ്ങളെ ജപമാല കണ്ട് നിയമിച്ച് പ്രാർത്ഥിക്കുക. 90 ദിവസം, ഓരോ ദിവസം ഓരോന്ന് വെച്ച് അങ്ങനെ 90 എണ്ണം കണ്ട് പ്രാർത്ഥിച്ച് നോക്കിയേൻ. കണ്ടോ, എത്രയോ പേര് അങ്ങനെയുള്ള സാക്ഷ്യം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അങ്ങനെ 90 ദിവസം അവർ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 2022 ഒക്ടോബർ മാസത്തിൽ ഒരു അത്ഭുതങ്ങളെ ജപമാല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ശാലു എന്ന് വിളിക്കപ്പെടുന്ന ശാലിനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. ഞങ്ങളുടെ മോളുടെ പേര് ശാലിനി എന്നാണ്. ഞങ്ങൾ അവളെ ശാലു എന്നാണ് വിളിക്കാറ്. ഇത് ഞങ്ങളുടെ മോള് തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 2022 നവംബർ മാസം മോൾ പ്രഗ്നൻ്റായി. 2023 ഓഗസ്റ്റ് 1-ാം തീയതി എൻ്റെ മകൾ പ്രസവിച്ചു. അങ്ങനെ നല്ല ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് ഈശോ അനുഗ്രഹിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി. കണ്ടോ, വലിയ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, മുടങ്ങാതെ ചെല്ലുക. 90 ദിവസം, 33 ദിവസം ഇതൊക്കെ ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. മുടങ്ങാതെ അത്ഭുത ജപമാല ചൊല്ലിയാൽ ഒരുപാട് അനുഗ്രഹം കിട്ടുമെന്ന് പറയും. അപ്പോൾ ഈ കുടുംബത്തിലൊന്നും അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം ഈ കുടുംബങ്ങളിലൊന്നും കുടുംബ പ്രാർത്ഥനയില്ലാന്നേ. മനസ്സിലായോ? പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കുടുംബ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയുടെയും സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്, ഏത് പ്രാർത്ഥനയുടെയും പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? അച്ഛൻ പറഞ്ഞത് വല്ലതും ശ്രദ്ധിച്ചോ? ഏത് പ്രാർത്ഥനയുടെയും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാ? സ്തുതിപ്പ്. ജപമാല ചൊല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജപമാല പ്രാർത്ഥന, അത്ഭുത ജപമാല പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാ? ഘടകം സ്തുതിപ്പ്. ആരാധന, സ്തുതിപ്പുണ്ടാവണം കേട്ടോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുക. അപ്പോൾ സ്തുതിക്കണം നമ്മൾ കേട്ടോ. ജപമാല ചൊല്ലി സ്തുതിക്കണം. അപ്പോൾ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് ചെല്ലണ്ടേ? കുടുംബ പ്രാർത്ഥന ഓരോ രഹസ്യം കഴിയുമ്പോൾ സ്തുതിക്കണം. അപ്പൻ അമ്മയും മക്കളെ എല്ലാവരും കൂടി ഹല്ലേലൂയ സ്തുതിക്കുക. 2ാമത്തെ സ്തുതിക്കുക. 3ാമത്തെ 5 രഹസ്യം കഴിയുമ്പോൾ എല്ലാവരും കൂടി അങ്ങ് സ്തുതിക്കുക. പിന്നെ ആ കുടുംബം ലുത്തിനിയൊക്കെ ചൊല്ലി മനുഷ്യവിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി ബൈബിളൊക്കെ വായിച്ചതിന് ശേഷം ആ പാട്ടൊക്കെ പാടി വീണ്ടും സ്തുതിക്കുക. ഒരു 5 മിനിറ്റ് സമയം. 1 മണിക്കൂറൊന്നും സ്തുതിക്കാൻ അച്ഛൻ പറയുന്നില്ല. ഒരു 5 മിനിറ്റ്, 2 മിനിറ്റ് എങ്കിലും 1 മിനിറ്റ് എങ്കിലും സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ സ്തുതിക്കുമ്പോൾ അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുക. അതാണ് അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക എന്ന് വെച്ചാൽ അന്ന് ഏത് പ്രാർത്ഥനയായിരിക്കും അവർ ചൊല്ലിയിട്ടുണ്ടാവുക? അവർ അന്ന് വേറെ ജപമാല കരുണക്കൊന്തി കുരിശിൻ്റെ വഴിയൊന്നും അന്നില്ല. അന്ന് അവർ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് സ്തുതിപ്പ്. അമ്മയോടൊപ്പം അവർ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു, സ്തുതിക്കുകയായിരുന്നു. അങ്ങനെ 10 ദിവസം സ്തുതിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം ഞാനവർക്ക് ചിലരോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് അച്ഛൻ ഇങ്ങനൊരു അനുഭവം കിട്ടിയത്? ഏത്? ഈ റെക്കോർഡ് ശുശ്രൂഷ കാണുമ്പോൾ അത്ഭുതം സംഭവിക്കുക. റെക്കോർഡ് ശുശ്രൂഷ, മനസ്സിലായോ? റെക്കോർഡ് ശുശ്രൂഷ എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ്. ഇങ്ങനൊരു ശുശ്രൂഷ ഈ ലോകത്തുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്ന അത്ഭുതങ്ങളുടെ ജപമാല, അതിപ്പോൾ ചൊവ്വാഴ്ച, ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ച അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയുണ്ട്. ഈ അത്ഭുത ജപമാല നിങ്ങൾ കാണുമ്പോൾ ആ ജപമാല എത്ര ദിവസങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതാണെന്നറിയോ? അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച നടത്താൻ പോകുന്ന ലൈവായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന അത്ഭുത ജപമാല കാര്യം ലൈവെന്ന് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ലൈവെന്ന് കൊടുക്കെങ്കിലും അത് ശരിക്കും ലൈവല്ല. ഓൾറെഡി അത് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് 5 ദിവസമോ 10 ദിവസമോ 1 മാസങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇങ്ങനെ ക്യാമറയ്ക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ് അച്ഛനും ശുശ്രൂഷകരൊക്കെ നിന്ന് റെക്കോർഡ് ചെയ്യുക. ഈ ശുശ്രൂഷ സംരക്ഷണം ചെയ്യുന്നത് ആദ്യമായിട്ട് സംരക്ഷണം ചെയ്യുമ്പോൾ ലൈവ് എന്നുള്ള പേര് കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? പിന്നെയും അത് നിങ്ങൾ കാണുന്നത് വേറെ സമയത്തൊക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ നിങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ രോഗശാന്തി വിളിച്ച് പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ ഇങ്ങനൊരു ശുശ്രൂഷ എങ്ങനെയാണ് അച്ഛനെ ആരംഭിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് 2008 ഫാദർ എമിലിൻ എന്ന പേരിലൊരു രോഗശാന്തി പ്രവർത്തകനുണ്ട്. അച്ഛനാണ് ഫാദർ എമിലിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അത്ഭുതങ്ങളെ സാക്ഷി എന്ന പേരിലൊരു പുസ്തകമുണ്ട്. അത്ഭുതങ്ങളെ സാക്ഷി എന്നൊരു പേരിലുള്ള പുസ്തകം. അത് ശാലോം പബ്ലിക്കേഷൻസ് അതിൻ്റെ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പുസ്തകമാണ് കേട്ടോ, നിങ്ങളൊന്നും വായിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിൽ അത്ഭുതങ്ങളാണ്. അദ്ദേഹത്തിന് രോഗശാന്തി പ്രവർത്തകനാണ്. അദ്ദേഹം ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ, രോഗശാന്തികൾ ആ ശുശ്രൂഷയിൽ സംഭവിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ ഈ ശാലോം പോലെയോ അല്ലെങ്കിൽ ഷെക്കീന പോലെയോ ചാനലുകൾ, ആ ചാനലുകൾ അദ്ദേഹത്തെ അവിടെ ഒരു ടോക്ക് പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അദ്ദേഹം അവിടെ ചെന്നു, സ്റ്റുഡിയോയിൽ ചെന്നു. അവരിങ്ങനെ ക്യാമറയ്ക്ക് വെച്ചു. ക്യാമറ മാത്രമല്ല, അച്ഛൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ പ്രസംഗം. അങ്ങനെ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഇത് എൻ്റെ ഈ ശുശ്രൂഷ, അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ എന്താ പറയുക, യൂട്രസിലെ ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെ എന്തോ ഒരു രോഗശാന്തി അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അതുമാത്രം വിളിച്ചു പറഞ്ഞല്ലോ. അതിനുശേഷം അദ്ദേഹം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. റെക്കോർഡിങ് കഴിഞ്ഞ് ഈ സംഘാടകർ ഓടി വന്നു. അതായത് ആ സ്റ്റുഡിയോയിലത്തെ മറ്റുള്ള ആ റെക്കോർഡ് ചെയ്ത ആൾക്കാർ ഓടി വന്നു. അവർ പറഞ്ഞു, അച്ഛൻ എന്ത് മണ്ടത്തരം കാണിച്ച്, വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാട്ടോ, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ എനിക്കിവിടെ അച്ഛനൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് അവർ പറഞ്ഞു, അച്ഛൻ എന്ത് മണ്ടത്തരം കാണിച്ച്. അദ്ദേഹം ചോദിച്ചാൽ, എന്തേ? എൻ്റെ അച്ഛ, ഇത് ലൈവ് ശുശ്രൂഷയല്ല, ഇത് അച്ഛൻ്റെ ശുശ്രൂഷ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടേ സംരക്ഷണം ചെയ്യുള്ളൂ എന്ന് പറയുകയാണ്. മനസ്സിലായോ? അതായത് അച്ഛൻ ഈ മെസ്സേജ് വിളിച്ച് പറഞ്ഞല്ലോ, അച്ഛൻ ഇങ്ങനെ മെസ്സേജ് വിളിച്ച് പറഞ്ഞത് അച്ഛനെ ആകെ മണ്ടത്തരായിട്ട് തോന്നുകയാണ്. എല്ലാവരും ഇത് അച്ഛനെ ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ എന്ത് കാണിച്ചേ, അച്ഛൻ ഇങ്ങനെ മെസ്സേജ് വിളിച്ച് പറഞ്ഞത് മണ്ടത്തരായില്ല അച്ഛൻ ഇത് ലൈവല്ലത്, ഇതിപ്പോൾ ആരും കാണുന്നില്ല. അച്ഛൻ്റെ ഈ ശുശ്രൂഷ 1 മാസം, എത്ര മാസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ TV-യിൽ സംരക്ഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. അച്ഛൻ്റെ വിചാരം ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോൾ എന്നെ ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എഴുതിയിട്ടാണ് അച്ഛൻ ഇത് ഇങ്ങനെ യൂട്രസിൽ ഇങ്ങനെ ഒരു രോഗം മാറുന്നതെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ആകെ സങ്കടമായി, ആകെ വിഷമായി, ആകെ നാണക്കേടായി. അയ്യോ, എന്ത് മണ്ടത്തരാണ് ഞാൻ കാണിച്ചതെന്നൊക്കെ ചിന്തയായി. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? ഇവർ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഈ സംഭവം സംരക്ഷണം ചെയ്തു. സംരക്ഷണം ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഈ സംരക്ഷണത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ യൂട്രസിലെ ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നു പറഞ്ഞപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരു സഹോദരിയുടെ യൂട്രസിലെ ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുത്തി. പറഞ്ഞു ഹല്ലേലൂയ. കണ്ടോ? വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം, മുന്നും നമ്മളപ്പോൾ കർത്താവിനറിയാം ഇതാരൊക്കെ കാണും, കർത്താവിനറിയാം ആ സമയത്ത് ആർക്കൊക്കെ സൗഖ്യം കിട്ടും. ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നേരത്തെ തന്നെ നമുക്ക് പറയാൻ പറ്റും പലപ്പോഴും, ഈ ശുശ്രൂഷയിൽ ആർക്കൊക്കെ സൗഖ്യം കിട്ടും, ആർക്കൊക്കെ എങ്ങനെയൊക്കെ സൗഖ്യമുണ്ട്, ഇതൊക്കെ നേരത്തെ തന്നെ ഈശോ നമുക്ക് സന്ദേശങ്ങളായിട്ട് തരും. നമുക്ക് അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആർക്കൊക്കെ സൗഖ്യം കിട്ടും എന്നുള്ളത് ഇപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തും. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് നിങ്ങൾ കാണുമ്പോൾ അത് കാണുന്നവർക്ക് ഈ അനുഗ്രഹം കിട്ടും. കാണുന്നവർക്ക് ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അത് കാണുന്നതെന്ന് വെച്ചാൽ അപ്പം അനുഗ്രഹം കിട്ടും. ഇനി 20 വർഷം കഴിഞ്ഞിട്ട് അപ്പം അനുഗ്രഹം കിട്ടും. ചിലപ്പോൾ ഞാനൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ മരിച്ചു പോയതിന് ശേഷമായിരിക്കും അച്ഛൻ്റെ ഈ അത്ഭുതന്മാർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും നിങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുക. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ നേരത്തെ തന്നെ നമുക്ക് ഇതെടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ പെട്ടതാണ് ഈ അത്ഭുതമാലയും ഈ ഏൽറുഹ ദൈവവചന ശുശ്രൂഷ, ശാലോമിലെ ശുശ്രൂഷ. അതൊക്കെ നമ്മൾ നേരെ ശാലോമിലെ ശുശ്രൂഷയൊക്കെ എത്രയോ നാൾ മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ? ഏൽറുഹ ദൈവവചന ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചയും 6:30 ആ ശുശ്രൂഷ നിങ്ങൾ കാണുക. ഒരുപാട് അത്ഭുതം നടക്കുന്ന മറ്റൊരു ശുശ്രൂഷയാണ്. 20, 25, 26 മിനിറ്റിൻ്റെ ശുശ്രൂഷ യൂട്യൂബിലും ശാലോം യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. പക്ഷേ ആ പരിപാടി ആര് എപ്പോൾ കാണുന്നോ അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് തന്നെ നമ്മളൊന്ന് സ്തുതിക്കാൻ പോവുകയാണ്, ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. കാരണം വലിയ അഭിഷേകമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അത്ഭുതം നടക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് അത്ഭുതങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. ആ ഖാനായിലെ കല്യാണ വീട്ടുകാരെ ശ്രദ്ധിക്കുക. അവർ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു. ആ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നത്തിൽ ആ വീട്ടിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ, അതാ ഞാൻ അച്ഛൻ പറഞ്ഞത്, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ഈ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ അമ്മയെ കൂട്ടുപിടിക്കുക, എൻ്റെ അമ്മയോടൊപ്പം സ്തുതിക്കുക.
അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക, അമ്മയോടൊപ്പം ജപമാല ചൊല്ലി സ്തുതിക്കുക, അമ്മയോടൊപ്പം കരുണക്കൊന്ന ചൊല്ലി സ്തുതിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോടൊപ്പം വചനം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുക, അമ്മയോടൊപ്പം ഈ അമ്മയെ ഒത്തിരി സ്നേഹിക്കുക, ഈ അമ്മയോട് ചേർന്ന് നടക്കുക. എപ്പോഴും ഒരു വെന്തിങ്ങ കഴുത്തിലുണ്ടായിരിക്കട്ടെ, എപ്പോഴും ഒരു കൊന്ത കയ്യിലുണ്ടായിരിക്കട്ടെ, എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഈ അത്ഭുത ജപമാലയിൽ കുറേ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരമാണ് ഈ അത്ഭുതങ്ങളുടെ ജപമാല. അതുകൊണ്ട് ഈ ജപമാല ചൊല്ലി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കുറേ തടസ്സങ്ങൾ മാറി. പാറ്റശല്യം, മൂട്ടശല്യം, അത് അങ്ങനെ കുറേ ക്ഷുദ്രജീവികളുടെ ശല്യം, കുറേ കുടുംബ പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങളാണ് മാറിപ്പോകാമെന്നറിയോ? കരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:14 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ വചനത്തിന്റെ ശക്തി നിറയട്ടെ. അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുത ജപമാല ശുശ്രൂഷയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ ജപമാലയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുക. ഓരോരോ ശക്തമായി സ്തുതിക്കുന്നു. ശിഷ്യന്മാര് സ്തുതിച്ചതുപോലെ സ്തുതിക്കുക. അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് സ്തുതിക്കുക. കുടുംബ പ്രശ്നങ്ങള്, ജീവിത പ്രശ്നങ്ങള്, വീട്ടിലെല്ലാ പ്രശ്നങ്ങളും മാറാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് യേശുവേ യേശുവേ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായ് അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ കരമുയർത്തിടിച്ച് ഓ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിൽ ഒറ്റവളി അത്ഭുതങ്ങൾ ജപമാല വിശുദ്ധ അന്തോണിസിന്റെ നൊവേനയിലൂടെ അത്ഭുത പെരുമഴ പുറപ്പാട് 34 10 വചന അഭിഷേകം ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ശുശ്രൂഷയെ പറ്റി അറിയാത്തവർക്ക് അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ പറ്റി മറ്റുള്ളവരെ അറിയിക്കാൻ തീരുമാനമെടുക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിലെ കിട്ടിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യം നേടണമേ. ശുശ്രൂഷയിലെ കിട്ടിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കണമേ. ശരി, അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണിസിന്റെ വേണ്ടി പങ്കെടുക്കാനുള്ള തടസ്സങ്ങൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. വിളിച്ചോ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങളടിച്ച് അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായ് മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും കരങ്ങൾ വീശി ഓ അമ്മേ അമ്മേ തായ് അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും വലിയ പ്രത്യാശ നിറയട്ടെ. ഭയത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നുള്ള ബോധ്യം ലഭിക്കട്ടെ. ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ, ഈ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോ മാറിപ്പോകുമെന്നുള്ള വിശ്വാസം കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മയെ പോലെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമേ. വിശ്വാസം പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമേ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ കൃപ കൊടുക്കണമേ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ കൃപ കൊടുക്കണമേ.
മദ്യപാനം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. ഹാലുലിയ തെറ്റായ ബന്ധം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ. ഹാലുലിയ 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 ഹാലുലിയ.